യം ശൈവാഃ സമുപാസതേ ശിവൈതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാനതിമിരാരുണഃ. ഹരിഃ ഓം ഹരിഃ ഓം ഹരിഃ. നമുക്ക് എല്ലാവർക്കും കൂടി കൂട്ടായി ഒരു ഓംകാര ജപ തപസ് അനുഷ്ഠാനം നടത്തുക. നിവർന്നിരുന്നോളൂ, ആകാവുന്നിടത്തോളം കഷ്ടപ്പെടാതെ കണ്ണടച്ച് കൈ രണ്ടും കോർത്ത് മടിയിൽ വയ്ക്കുക. മനസ്സും വായും തുറന്ന് എൻ്റെ കൂടെ ജപിക്കുക. രണ്ടാമത് പറയേണ്ടി വരരുത്. എത്ര പേരുണ്ടോ അത്രയും കണ്ഠത്തിൽ നിന്ന് ഓംകാരം പുറപ്പെടണം. ഇതാ ഓ പോരല്ലോ. ഓ ഹരിഃ ഓം തത്സത്. ജയ ഗുരു, ജയ ഗുരു. ഭഗവത്ഗീതയിലെ അടിസ്ഥാന തത്വങ്ങൾ, ഭഗവത്ഗീതയിലെ അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറയുമ്പോൾ ഭഗവത്ഗീത തന്നെ എന്താ, അത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് മനസ്സിലാക്കിയേ തീരുള്ളൂ. ഭഗവത്ഗീത ഉണ്ടായതിനു ശേഷം 5000 ചില്ലാനം കൊല്ലം കഴിഞ്ഞു. അതെന്താ സ്വാമിജി, വിഷ്ണു സഹസ്രനാമത്തിനും പറയുന്നില്ല 5000 ചില്ലാനം, ഇതിനും പറയുന്നുണ്ട്, രണ്ടും ഒരേമാതിരിയുള്ള സംഖ്യയാണോ? അതെ. യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ഭഗവത്ഗീത, യുദ്ധം കഴിഞ്ഞതിന് ശേഷം 18 ദിവസത്തിന് ശേഷം വിഷ്ണു സഹസ്രനാമം. അപ്പൊ രണ്ടും ഒരേ സമയം തന്നെയല്ലേ? എന്താ മിണ്ടാത്തെ? മനസ്സിലാക്കി. മഹാഭാരതം മുഴുവനും സാധാരണക്കാരും അങ്ങനെ വായിക്കാറുമില്ല, മനസ്സിലാക്കാറുമില്ല. പക്ഷേ മഹാഭാരതത്തിലെ പ്രധാനപ്പെട്ട 2 സംഭവം നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുക അങ്ങനെയല്ല. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഷ്ഠാന പദ്ധതിയായി നാം സ്വീകരിച്ച് നിലനിർത്തി പോരുന്നതാണ്. എന്ത്? ഭഗവത്ഗീത ഒരു ഭാഗം, പിന്നെ ഒരു ഭാഗം വിഷ്ണു സഹസ്രനാമം. ലോകത്തിൽ എവിടെയാണ് ഇങ്ങനെ ഒരു ചരിത്ര പുസ്തകത്തിൽ നിന്ന് പ്രധാനപ്പെട്ട 2 ഭാഗമെടുത്ത് ജീവിതത്തിൽ തപസ്സും അനുഷ്ഠാനവും വ്രതവും ആശ്രയവും എല്ലാമായി കൊണ്ടു നടക്കുന്നത്? വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? നമ്മുടെ എഴുത്തുകാരുടെയും എഴുത്തിൻ്റെയും മഹിമയാണത്. വേദവ്യാസ മഹർഷിയാണ് മഹാഭാരതം എഴുതിയത്. ആ മഹർഷിയെ പറ്റി നമുക്കൊന്നും അറിയില്ല. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പരാശരർക്കും സത്യവതിക്കും കുട്ടിയായി ജനിച്ചു ദ്വീപിലെന്ന് മാത്രമേ നമുക്കറിയുള്ളൂ.
രണ്ടുപേരും ആ കുട്ടിയെ ഉപേക്ഷിച്ച വർത്തമാനവും നമുക്കറിയാം. അതിനുശേഷം ഈ കുട്ടി എങ്ങനെയാ വളർന്നത്, ആരാ എടുത്തത്, ഒന്നും അറിയില്ല. അദ്ദേഹത്തിന് അങ്ങനെ ഒരു പശ്ചാത്തലം ആവശ്യമായിരുന്നു പ്രകൃതിയുടെ ഇംഗിതത്തിൽ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജീവിതത്തിലുള്ള എല്ലാ പ്രതിസന്ധികളെയും വിഷമങ്ങളെയും ചിത്രീകരിക്കാനും നേരിടാനും എല്ലാവർക്കും അതിനുള്ള ബലം കൊടുക്കാനും ഒക്കെ സാധിച്ചത്. താൻ വളർന്നത് അങ്ങനെയാണ്. ആര് നമ്മളെ സംരക്ഷിക്കും, എങ്ങനെയാണ് നമ്മുടെ ജീവിതം നടക്കുക, പുലരുക എന്നൊരു ചോദ്യം ആ കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല. ആര് വേണം നല്ല നല്ല ഗ്രന്ഥങ്ങൾ എഴുതാൻ? ആ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള വിഷയം വസ്തുനിഷ്ഠമാണ് എന്ന് അവനവന് ബോധ്യം വരണം. എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതാനുഭവമായ കാര്യങ്ങളാണ് വിവരിക്കാൻ ആധികാരികമായി ഗ്രന്ഥകർത്താവിന് സാധിക്കുക. അപ്പം വേദവ്യാസർ അനുഭവിക്കാത്ത ഒരു അനിശ്ചിതത്വം ജീവിതത്തിലോ ലോകത്തിലോ ഇല്ല. അദ്ദേഹം ഏറ്റിട്ടോ നേരിട്ടിട്ടോ ഇല്ലാത്തതായ ഒരു വെല്ലുവിളിയില്ല. അച്ഛനും അമ്മയും പ്രസവിച്ച ഉടനെ ഉപേക്ഷിച്ചു പോയ ഒരു കുട്ടി ആര് പെറുക്കിയെടുത്തു, എങ്ങനെ വളർന്നു, എവിടെ വളർത്തി, ഇതൊന്നും നമുക്കറിയില്ല. എന്നാലോ അദ്ദേഹത്തിനെ നാം കാണുന്നത് വേദപാരംഗതനായിട്ടാണ്. എല്ലാ കാര്യങ്ങളും അറിയാം, എന്തു വേണമെങ്കിൽ പ്രതിപാദിക്കാം. ഒരു ഭാഗത്ത് ഹസ്തിനപുര വംശത്തെ നിലനിർത്താൻ വേണ്ടി അദ്ദേഹത്തിന് സത്യവതിയുടെ അഭീഷ്ടപ്രകാരം പുത്രോത്പാദനം നടത്തേണ്ടി വന്നു. ആദ്യം അദ്ദേഹം അത് സമ്മതിച്ചില്ല. ഞാനൊരു തപസ്വിയാണ്, മഹർഷിയാണ്, പരമഹംസനാണ്, എത്രയോ ശാസ്ത്രങ്ങൾ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് അമ്മ ഇത് പറഞ്ഞാൽ ശരിയാവില്ല, ഞാൻ അനുസരിക്കില്ല എന്ന് വരെ പറഞ്ഞു. എന്തു പറഞ്ഞിട്ടും ശരിയല്ല എന്ന് തോന്നി കൂട്ടാക്കാതെ നിന്നപ്പോഴാണ് സത്യവതി അവസാനത്തെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചത്. നീ ശാസ്ത്രം എഴുതി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഞാൻ നിന്റെ അമ്മയല്ലേ, ബയോളജിക്കൽ അമ്മയാണ് ഞാൻ. ആ അമ്മയ്ക്കാണ് ഏറ്റവും വലിയ സ്ഥാനം പ്രത്യക്ഷ ലോകത്തിൽ. ആ അമ്മ ഒരു കാര്യം പറഞ്ഞാൽ അത് തട്ടാനോ നിരസിക്കാനോ പാടില്ല, അതുകൊണ്ട് നീ ചെയ്തേ തീരൂ എന്ന് പറഞ്ഞു. അപ്പൊ തല കുനിച്ച് സമ്മതിച്ചു. ലോകത്തിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് ചെയ്യേണ്ടി വരും. ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റില്ല, ഇഷ്ടമില്ലാത്തത് ചെയ്യാൻ നിർബന്ധിതരാവും. ശ്രീരാമന് സീതയെ ഉപേക്ഷിക്കുന്നത് ഇഷ്ടമായിരുന്നു. നിങ്ങൾക്കും എനിക്കും ഇഷ്ടമാണോ എന്നും അല്ല, പക്ഷേ ഉപേക്ഷിക്കേണ്ടി വന്നു, അതനുസരിക്കേണ്ടി വന്നു. മൃഗമാണെങ്കിൽ ഒരു പക്ഷേ അത് ചെയ്തു കാണില്ല. മനുഷ്യന് ബുദ്ധിയുണ്ട്, ആലോചനാശക്തിയുണ്ട്, അത് വിനിയോഗിക്കണം. നിരന്തരം ചെയ്തു പോരുന്ന ശ്വാസോച്ഛ്വാസം മാതിരിയുള്ള പ്രവൃത്തികളുണ്ട്, അത് അതിൻ്റെ പാട്ടിൽ നടന്നോട്ടെ. ആലോചിച്ച് ചെയ്യേണ്ട ചില പ്രവൃത്തികൾക്ക് മുൻപിൽ നമ്മൾ മുട്ടുകുത്താൻ പറ്റില്ല. വാൽമീകി മഹർഷി എല്ലാം ഉപേക്ഷിച്ച് പോയവനാണ്, ഭാര്യയെയും കുട്ടികളെയും. പൂർണ്ണ ഗർഭിണിയായ സീത തൻ്റെ കുടീരത്തിൻ്റെ മുമ്പിൽ ഉപേക്ഷിക്കപ്പെട്ടു പോയി എന്ന് കണ്ടപ്പോൾ അദ്ദേഹം ഇരുപുറം ചിന്തിച്ചില്ല. മോളെ ഞാൻ എടുത്ത് പരിരക്ഷണം നടത്തിച്ചോളാം എന്ന് പറഞ്ഞു. ഒരു മഹർഷി അത് ചെയ്യാമോ? ചെയ്താൽ ലോകം എന്തു പറയും? എന്തായിരിക്കും അതിൻ്റെ ഭവിഷ്യത്ത്? ഒരു പക്ഷേ കല്യാണം കഴിച്ചിരുന്ന ഭാര്യയും കുട്ടികളും ഓടി വന്നേക്കുമോ? ഈ വക ആലോചനയൊന്നും അദ്ദേഹത്തിനുണ്ടായില്ല. അല്ലെങ്കിൽ എല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ടും അവയെ കവച്ചു വെച്ചുകൊണ്ട് തീരുമാനിച്ചു, ഈ സ്ത്രീക്ക് പരിരക്ഷണം ചെയ്തേ തീരൂന്ന്. അത് വെറും പരിരക്ഷണമല്ല, അന്ന് മുതൽക്ക് ആ മകളെയും മകളുടെ കുട്ടികളെയും ഒക്കെ സ്വന്തം സ്ഥാനത്ത്, സ്വന്തം ആ കുടീരത്തിൽ ഒന്നിച്ച് പാർപ്പിച്ചു പോന്നു. സീത ശരീരം ഉപേക്ഷിക്കുന്നത് വരെ വാൽമീകി കൂടെ ഉണ്ടായിരുന്നു. അവസാനം കുതിരകളെ പിടിച്ച് കെട്ടി ലവകുശന്മാര്. ആ വർത്തമാനം ചെന്ന് പറഞ്ഞപ്പോൾ കുതിരകളെ പിടിച്ച് കെട്ടിയോ രണ്ട് കുട്ടികൾ, ആരാ പോവാന്നൊക്കെയായി. ഹനുമാൻ ചെന്നു, ഹനുമാനെയും പിടിച്ച് കെട്ടി കൊണ്ടുവന്നപ്പോഴാണ് സീത മനസ്സിലാക്കിയത്, അയ്യോ നിങ്ങൾ എന്താ ചെയ്തിരിക്കണത്? ഞാൻ അശോകവടികയിലിരിക്കുന്ന സമയത്ത് ഈ ഹനുമാനാണ് എന്നെ വന്ന് ശ്രീരാമ സന്ദേശം തന്ന് മോതിരം തന്ന് ചൂടാമണിയും കൊണ്ടുപോയത്. അയ്യോ നിങ്ങൾ ചെയ്യരുത് എന്നായി.
അങ്ങനെ ഹനുമാൻ പോയി വിവരമെല്ലാം പറഞ്ഞപ്പോൾ ശ്രീരാമൻ തീർച്ചയാക്കി എന്നാൽ സീതയെ കൊണ്ടുവന്ന് കളയാം. വിവരമറിയിച്ച് സീതയും ലവകുശന്മാരും വാൽമീകിയും കൂടി അയോധ്യ രാജധാനിയിലേക്ക് പോയി. ശ്രീരാമൻ്റെ അടുത്ത് ചെന്നപ്പോൾ നമ്മുടെ രാമചന്ദ്ര മഹാപ്രഭു എന്താ പറഞ്ഞതെന്നറിയോ നിങ്ങൾക്ക്? ശരി, സമ്മതിക്കാം, എന്നാ ആദ്യ അഗ്നിപ്രവേശം ചെയ്യട്ടെ എന്ന്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇല്ല. ഈ ഭർത്താവിൻ്റെ കൂടെ ഇരുന്ന അഗ്നിപ്രവേശത്തിനേ സമയം ഉണ്ടാവുള്ളൂ. ഒരഗ്നിപ്രവേശം നടത്തി, അതിന് കാരണവുമുണ്ടായിരുന്നു. ഇപ്പം മഹർഷിയുടെ പരിരക്ഷണത്തിൽ കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിന് അഗ്നിപ്രവേശം വേണം. ഇനി എനിക്ക് അഗ്നിയിലല്ല പ്രവേശം വേണ്ടത്, ഭൂമിയിലാണ്. അമ്മേ എന്നെ കൊണ്ടുപോകൂ എന്ന് പറഞ്ഞു. ഭൂമി അങ്ങോട്ട് പിളർന്നു, സീത അങ്ങോട്ട് ഇറങ്ങിപ്പോയി. തലമുടി മാത്രമേ കയ്യിൽ കിട്ടിയുള്ളൂ. ശ്രീരാമൻ പിടിച്ചു വലിക്കാൻ നോക്കി, സാധിച്ചില്ല. വാൽമീകി മഹർഷി വേണ്ടി വന്നു സമാധാനിപ്പിക്കാൻ. അന്ന് സ്വീകരിച്ച ആ പെൺകുട്ടിയെ ശരീരം ത്യജിക്കുന്നത് വരെ ആ മഹർഷി കൂടെ നിന്ന് പരിരക്ഷിച്ച് ലവകുശന്മാരെയും വേണ്ടതുപോലെ ശിക്ഷണം ചെയ്ത് കൊണ്ടുവന്നു. ഇതൊക്കെ സാധാരണ ഒരാൾ ചെയ്യാത്തതാണ്, ചെയ്യാൻ വെമ്പാത്തതാണ്. പക്ഷെ ഇങ്ങനെയുള്ള ദീർഘദൃഷ്ടിയോടുകൂടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ക്രാന്തദർശികൾക്കും ഉത്തമ മനസ്സുകൾക്കും ഒരു സംശയവും വരില്ല. നല്ലതും ചീത്തയും ആകാവുന്നതും ആകാത്തതും ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ നല്ല കാര്യം ചെയ്യുന്നതിന് തടസ്സമല്ല ഈ വക നിയന്ത്രണങ്ങളൊന്നും. ചെയ്യുന്നത് നല്ലതാണോ? ചെയ്യുന്നവൻ നല്ലതാണോ? നല്ല ഉദ്ദേശമാണോ? സമാജത്തിന് ഒരു ദൃഷ്ടാന്തമായി തീരുമോ? ആവേശം നൽകുമോ? ഇതിനെല്ലാം മറുപടി കിട്ടിയാൽ എന്ത് പ്രവൃത്തിയും ആർക്കും എവിടെ വച്ചും എങ്ങനെയും ചെയ്യാം. അതാണ് അവസാനത്തെ ദൃഷ്ടി. വേദവ്യാസ മഹർഷി സമ്മതിച്ചു. അമ്മയുടെ വാക്ക് തട്ടാൻ പാടില്ല, നീ അത് ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ ശരി, സമ്മതിച്ചു. ഞാൻ 1 കൊല്ലം അകന്നിരിക്കാം. ആ പുത്രവധുക്കളെല്ലാവരും തപസ് ചെയ്യട്ടെ, എന്നിട്ടാകാം. അയ്യോ, പറ്റില്ല, പറ്റില്ല. 1 വർഷം താമസിച്ചാൽ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ വരും. അതുകൊണ്ട് ഇപ്പം തന്നെ വേണം എന്ന് നിർബന്ധിച്ചിട്ടാണ് ആ ജനിച്ച കുട്ടികൾ പലതരത്തിലുമായി തീർന്നത്. കാമപുത്രനാണ് പാണ്ഡു, അർത്ഥപുത്രനാണ് ധൃതരാഷ്ട്രൻ, ധർമ്മപുത്രനാണ് ആര്? വിതുരൻ, മോക്ഷപുത്രനാണ് ശുകൻ. കേൾക്കുന്നുണ്ടോ അപ്പാ നിങ്ങൾ? 4 പുത്രന്മാർ 4 തരത്തിലാ. നിങ്ങളുടെ കുട്ടികൾ 4 തരത്തിലാവുമ്പോൾ എന്തോ എന്ന് പറഞ്ഞ് കണ്ണുമിഴിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് ഗർഭം ധരിക്കാനും പ്രസവിക്കാനും വളർത്താനേ അവകാശമുള്ളൂ. ആ വളർത്തുന്ന കുട്ടി ആരായിരിക്കും, എങ്ങനെയാണ്, എവിടുന്ന് വന്നു, എങ്ങോട്ട് പോകും, ഒന്നും പറയാൻ നിങ്ങൾക്ക് പറ്റില്ല. വെറുതെ കണ്ടുകൊണ്ടിരുന്നുള്ളൂ സാക്ഷിയായിട്ട്. 4 പുത്രന്മാർക്ക് അദ്ദേഹം ജന്മം നൽകി. അത് നൽകിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് വല്ല സംഘമുണ്ടായോ, പ്രപഞ്ചക്കറയുണ്ടായോ? ഒന്നുമില്ല. ആ കുട്ടികളൊക്കെ മരിക്കുന്ന സമയത്തും പാണ്ഡവന്മാരും എല്ലാവരും ഉണ്ടല്ലോ യുദ്ധത്തിൽ. അതിന് ഓരോ സമയത്തും വന്ന് വേണ്ടത് ഉപദേശിച്ച് അതിൻ്റെ നല്ല ഭവിഷ്യത്തുകളും അല്ലാത്ത ഭവിഷ്യത്തുകളും എല്ലാം കണ്ട പങ്കാളിയായി അങ്ങനെ കഴിച്ചുകൂട്ടി വേദവ്യാസ മഹർഷി. മനസ്സിന് ഇങ്ങനെ ഒരു വിശേഷപ്പെട്ട നിലയുണ്ട്, ഉത്കൃഷ്ട നിലയുണ്ട്. വേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ എത്ര വെല്ലുവിളി സഹിച്ചും ചെയ്യാം എന്നുള്ള ഒരു നില മനസ്സിനുണ്ട്. സാധാരണ നമുക്കുള്ളത് കൺവെൻഷണൽ മൈൻഡ്. പരമ്പരാഗതമായിട്ട് അച്ഛനമ്മമാർക്ക് ജനിച്ചു, കാമം ക്രോധങ്ങളൊക്കെ ഉണ്ട്, വേണം വേണ്ടായ അതൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള മനസ്സാണ്. എന്നാൽ ഇതൊന്നുമില്ലാതെ അത്യുത്തമമായിരിക്കുന്ന മനസ്സും നമുക്ക് കൈക്കലാക്കാൻ സാധിക്കും. ചിലർക്കൊരു പക്ഷേ ജന്മസിദ്ധമാകാം, അത് ബാക്കിയുള്ളവർക്ക് കർമ്മസിദ്ധവുമാകാം. അങ്ങനെ വിശേഷപ്പെട്ട ഒരു സ്ഥിതിയുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഇതിഹാസത്തിലെ വർത്തമാനങ്ങളും ചരിത്രങ്ങളും. ഇത് നിങ്ങളെല്ലാവരും നല്ല പോലെ മനസ്സിലാക്കണം. 2 സംഗതികൾ നമ്മൾ മുറുക്കി പിടിച്ചിട്ടുണ്ട്. യുദ്ധത്തിന് മുമ്പ് അർജുനന് കൊടുത്തിട്ടുള്ള ആ ഭഗവത്ഗീത ഉപദേശം, കർമ്മത്തിൽ നിന്ന് പിൻവാങ്ങരുത്, എന്തു തന്നെയായാലും ചെയ്യണം എന്നുള്ള സന്ദേശം. രണ്ടാമത്തതോ, എന്ത് ചെയ്തതിന് ശേഷവും അത് നാശമായോ പാപമായോ നഷ്ടമായോ ഛേദമായോ എന്നുള്ളതിരിക്കട്ടെ, അതെല്ലാറ്റിനെയും ദഹിപ്പിക്കാനും
സ്വാംശീകരിച്ചെടുക്കാനും ആത്മസാത്കരിക്കാനുമുള്ള ശക്തിയുണ്ട്, നമുക്ക് സമ്പാദിക്കാം. യുധിഷ്ഠിരൻ്റെ നീറുന്ന മനസ്സ് വിഷ്ണു സഹസ്രനാമം, അശ്വമേധ മഹായാഗം, ഇത് രണ്ടും വഴി സാന്ത്വനമടഞ്ഞു, സാന്ത്വനപ്പെട്ടു എന്നുള്ള ചരിത്രമാണ്. ആ ഭഗവത്ഗീതയെയും നമ്മൾ ഭാരതത്തിൻ്റെ പൊൻസന്താനങ്ങൾ വിട്ടിട്ടില്ല, വിഷ്ണു സഹസ്രനാമവും വിട്ടിട്ടില്ല. വിഷ്ണു സഹസ്രനാമം അല്ലാതെ ഭീഷ്മൻ സുദീർഘമായ ഉപദേശമാണ് യുധിഷ്ഠിരന് നൽകിയത്. അത് നമ്മളാരും ശ്രദ്ധിക്കാറില്ല. അനുശാസന പർവത്തിൽ വളരെ വിശേഷപ്പെട്ടതാണ് ധർമ്മോപദേശം. ശത്രുക്കളോട് എങ്ങനെ പെരുമാറണം, എന്തെങ്കിലും സന്ധിക്ക് പോയാൽ ഏതെല്ലാം പ്രദേശങ്ങളാണ് വിട്ടുകൊടുക്കേണ്ടത്, എപ്പോ എങ്ങനെ എന്നൊക്കെ അതിൽ വിവരിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നമുക്ക് വളരെ വിശേഷപ്പെട്ട ധർമ്മമൂല്യങ്ങളുണ്ട്. ജീവിതത്തിലെ എന്ത് ചുറ്റുപാടിനെയും നേരിടാനുള്ള രീതിയും സമ്പ്രദായവും ആദർശവും മാതൃകയും എല്ലാം തന്നെ നമുക്കുണ്ട് കൂട്ടരെ. മഹാഭാരതത്തിൽ ഇല്ലാത്തത് ലോകത്തിൽ ഒരു സ്ഥലത്തും കാണില്ല. ലോകത്തിലുള്ളത് മുഴുവനും മഹാഭാരതത്തിലുണ്ട് എന്ന് വേദവ്യാസ മഹർഷി തീർത്ത് പറയാൻ എന്തുകൊണ്ട് സാധിച്ചു? അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവം, അദ്ദേഹത്തിൻ്റെ ജന്മം. അച്ഛനമ്മമാർ രണ്ടുപേരും ഉപേക്ഷിച്ചു പോയി. കുട്ടിയുണ്ടാവുന്നത് രക്ഷിക്കാനും കുട്ടിയെ ഉമ്മ വെച്ച് വളർത്താനുമാണ്. ഇവിടെയുണ്ടായ കുട്ടി അങ്ങനെയുള്ളതായിരുന്നില്ല. അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല, അച്ഛനൊട്ട് വേണ്ടതാനും. അങ്ങനെ ഒരു കുട്ടിയായിരുന്നു ആ കുട്ടി. എന്നിട്ടും വളർന്നു. സ രക്ഷിത രക്ഷതി യോ ഹി ഗർഭേ. ഗർഭത്തിൽ ആര് രക്ഷിക്കുന്നുവോ ആ ആളാണ് പുറത്തു വന്നാലും രക്ഷിക്കുന്നത് എന്ന് ശ്രീമദ് ഭാഗവതം ഉദ്ഘോഷിക്കുന്നു. ഇത് പരിപൂർണമായി സാർത്ഥകമാക്കിയവനാണ്, സാർത്ഥകമായ ജീവിതമാണ് വ്യാസമഹർഷി. അദ്ദേഹത്തിൻ്റെ തൂലിക അപ്പം എത്ര വിശേഷപ്പെട്ടിരിക്കും എന്ന് നിങ്ങളെല്ലാവരും ഒന്ന് ആലോചിച്ചു നോക്കുവപ്പാ. നാം ശാസ്ത്രങ്ങൾ വായിക്കാറുണ്ട്, ശാസ്ത്രകാരനെ കുറിച്ച് ചിന്തിക്കാറേയില്ല. എന്നോട് മഹാഭാരതത്തിന് ഒരു മുഖവുര എഴുതാൻ പറഞ്ഞു ഗോപാലകൃഷ്ണൻ നമ്പ്യാർ. അദ്ദേഹം മഹാഭാരത ഗദ്യസംഗ്രഹം എഴുതിയിട്ടുണ്ട്. ഞാൻ എഴുതാമെന്ന് പറഞ്ഞു, പക്ഷേ എനിക്ക് സമയം വേണം. പക്ഷേ സ്വാമിജി സാധാരണ ഇൻട്രൊഡക്ഷൻ എഴുതണ്ട, ഭഗവത്ഗീതയിലുള്ള മഹാഭാരതത്തിലുള്ള പ്രധാന കഥാപാത്രങ്ങളെ പറ്റി ഒരു വിവരണം എഴുതുന്നു. എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ കുറേ കാലമായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ദ്രൗപദിയെപ്പറ്റി കർണനെ പറ്റിയൊക്കെ ഒന്ന് വിവരിക്കണമെന്ന്. തിരക്കോട് തിരക്കിൽ അതിൻ്റെ ഉള്ളിൽ അത് പടയുടെ ഉള്ളിൽ കൊട അതിലും പുറപ്പെട്ട് എഴുതി വന്നപ്പോൾ ഒരു 160-150 A4 ഷീറ്റുണ്ട് പ്രിൻ്റ് ചെയ്തത്. കമ്പ്യൂട്ടറിലാണല്ലോ ഈ എഴുതുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഗോപാലകൃഷ്ണ ഇത്രയും വലിയ ഒരു മുഖവുര എങ്ങനെയാ ഗോപാലകൃഷ്ണൻ്റെ പുസ്തകത്തിലേക്ക് ചേർക്കുക? അത് ശരിയാവില്ല. ഇരുന്നോട്ടെ സ്വാമിജി, പറ്റില്ല എന്ന് പറഞ്ഞു. ആശ്രമത്തിലുള്ളവർ പറഞ്ഞു ഇതൊരു തനി പബ്ലിക്കേഷൻ ആക്കിയിട്ട് നടത്താമെന്ന്. ഞാനതിന് ധർമ്മകൽപ്പദ്രുമം എന്നൊക്കെ ഒരു പേരാണ് മനസ്സിൽ തോന്നുന്നത്. അവസാനം കൃഷ്ണനെ കൂടി ക്യാരക്ടറൈസ് ചെയ്യണം. അത് വേണ്ട സ്വാമിജി, കൃഷ്ണൻ ഭഗവാനല്ലേ, അതെന്താ ഗോപാലകൃഷ്ണ? കൃഷ്ണനും ഒരു കഥാപാത്രമാണ്, അദ്ദേഹത്തിനെയും വേണ്ടതുപോലെ ഒന്ന് നിർവചിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് കൃഷ്ണൻ്റെ കഥയിൽ 1-2 കാര്യം കൂടി എഴുതാണ്ട് ബാക്കിയുള്ളതൊക്കെ എഴുതി അവിടെ വെച്ചിരിക്കുക. അപ്പോഴേക്കും ഭൂമാനന്ദ സ്വാമിജിക്ക് വേറെ ഉണ്ടല്ലോ ജോലികൾ പലതും, അതവിടെ കിടക്കും. മുഴുവനാക്കാം. എന്തിനാ ഞാനിത് പറഞ്ഞത്? അതിലാദ്യം ക്യാരക്ടറൈസ് ചെയ്തത് വ്യാസദേവനെയാണ്. വ്യാസന് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പരിത്യക്ത ദശ വന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഒരു മൂശയിൽ വാർക്കണം അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ. സമ്പന്നരായ അച്ഛനമ്മമാർക്ക് മാളികയിലിരുന്ന് നല്ലപോലെ വളർത്തി അങ്ങനെ കൊണ്ടുവന്നു. ആ ഒരു ജീവിതമല്ല ആ തപസ്വി മഹർഷിക്ക് ആവശ്യം. അദ്ദേഹത്തിന് ആവശ്യം തുറന്ന ലോകത്തെ നേരിടണം, സ്വാഗതം ചെയ്യണം, ആലിംഗനം ചെയ്യണം. അതിൽ നഷ്ടകഷ്ടങ്ങൾ രണ്ടുമുണ്ടാവും, പോക്കും വരവും രണ്ടുമുണ്ടാവും, നല്ലതും ചീത്തയും രണ്ടുമുണ്ടാവും. പലരും പലയിടങ്ങളിൽ നിന്നും അപേക്ഷകളും ആവശ്യങ്ങളും സമ്മർദ്ദങ്ങളുമായി വരാം. അതൊക്കെ നാം സമീകരിച്ചെടുത്ത് പുഞ്ചിരിച്ചും പുഞ്ചിരിക്കാതെയും കരയാതെയും അല്പം കണ്ണീര് വാർത്തും നമ്മൾ മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ജീവിതത്തിൽ പൂർണ്ണ ജീവിതമാണ് നമുക്ക് ആവശ്യം, ഒറ്റപ്പെട്ട ജീവിതമല്ല. മനസ്സ് സമഗ്രമാകട്ടെ, സമ്പൂർണമാകട്ടെ.
സമപൂർണമാകട്ടെ. ലോകത്തിലുള്ളതെല്ലാം ഈശ്വരൻ എങ്ങനെ സ്വീകാര്യനോ അതേമാതിരി അദ്ദേഹം സൃഷ്ടിച്ച ലോകത്തിലുള്ളതെല്ലാം സ്വീകാര്യമാവണം. പാണ്ഡവന്മാരെ 12 കൊല്ലം കാട്ടിലേക്ക് പറഞ്ഞയച്ച് നട്ടം തിരിച്ചു ആര്? വ്യാസദേവൻ. അങ്ങനെ പാണ്ഡവന്മാരെ കൊണ്ട് 12 വർഷം വനവാസം നയിപ്പിക്കണമെങ്കിൽ അതിനുള്ള സമാനമായ യോഗ്യത തനിക്ക് വേണം. ഒന്നുമില്ലാതെ വളർന്നവനാണ്, അതിൻ്റെ കീഴിലേ ബാക്കിയെല്ലാം ഉള്ളൂ. നമ്മളൊക്കെ ഗ്രന്ഥം വായിക്കും, ഗ്രന്ഥകാരന്മാരെ പറ്റി ചിന്തിക്കില്ല. മഹാഭാരതം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ആരാ മറുപടി പറയാൻ? ഉണ്ടായി എന്ന് പറയുന്നു ഗ്രന്ഥകാരൻ. വളരെ സത്യസന്ധനായി അദ്ദേഹം ചിത്രീകരിച്ചിട്ടുണ്ട്. അത് അതേപടി സ്വീകരിക്കുകയല്ലാതെ നമുക്ക് 5000 കൊല്ലം മുമ്പ് പോവാനോ മാന്താനോ ചൊറിയാനോ ഒക്കെ പറ്റുമോ? ഇത് നടന്നോ നടന്നില്ലേ എന്ന് പറയാൻ ആവശ്യമെന്ത്? നമുക്ക് മഹാഭാരതം എന്ന് പറയുന്ന ഗ്രന്ഥം നമ്മുടെ മുൻപിലുണ്ട്. അതുകൊണ്ട് ഗ്രന്ഥകാരനും ഉണ്ടായിരുന്നിരിക്കണം. ആ ഗ്രന്ഥം നമ്മളോട് സാമീപ്യമോ സമത്വമോ ഉള്ളതാണോ? ജീവിതത്തിന് അലങ്കാരമാണോ? ആവശ്യമാണോ? അഭിലഷണീയമാണോ? ആദർശനിർഭരമാണോ? അംഗീകരിക്കാൻ പറ്റുമോ? അംഗീകരിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന നേട്ടം എന്ത്? ഈ ചോദ്യങ്ങളൊക്കെയാണോ ഗ്രന്ഥത്തിൻ്റെ മുൻപിൽ നമുക്കുണ്ടാവേണ്ടത്? അങ്ങനെ കഥാപാത്രങ്ങളെ വേണ്ടതുപോലെ മനസ്സിലാക്കി ഗ്രന്ഥകാരനെയും മനസ്സിലാക്കുക എന്നുള്ളത് അപൂർവം ചിലരേ ചെയ്യാറുള്ളൂ. പക്ഷേ അത് ആവശ്യമാണ്. നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് എന്താ? ഭഗവത്ഗീതയിൽ എല്ലാം കൂടി 700 ശ്ലോകങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ ശ്ലോകം അന്ധനായ ധൃതരാഷ്ട്ര മഹാരാജാവ് സഞ്ജയനോട് ചോദിക്കുന്നതാണ്. എപ്പോഴാ ചോദിക്കണേ? യുദ്ധം തുടങ്ങി 10-ാം ദിവസം. സഞ്ജയൻ വിവരണം തുടങ്ങിയത് എപ്പോഴാ? വേദവ്യാസന്റെ നിർദ്ദേശമനുസരിച്ച് യുദ്ധത്തിന് മുൻപ്. നമ്മുടെ ഭാരതഭൂമിയുടെ വിശിഷ്ടതകളൊക്കെ വർണ്ണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഠപ്പ് എന്ന് യുദ്ധം തുടങ്ങി. അപ്പം അങ്ങോട്ട് പോയി. പിന്നെ വന്നത് 10-ാം ദിവസം ഭീഷ്മൻ താഴത്ത് വീണപ്പോൾ. ആ വർത്തമാനം കേട്ടപ്പോൾ മനസ്സിൽ കോളിളക്കങ്ങൾ പലതും ഉണ്ടായി. അപ്പം ഇനിയുള്ള വർത്തമാനം കേൾക്കാൻ എനിക്ക് ശക്തിയില്ല, ബലമില്ല, മനസ്സാന്നിധ്യമില്ല. അതുകൊണ്ട് എനിക്ക് പറഞ്ഞു തരൂ. യുദ്ധവൃത്താന്തം പറയുന്നതിന് മുൻപ്, അവിടെ യുദ്ധം തുടങ്ങും മുമ്പേ ആർക്കെങ്കിലും ഈ ഭീഷ്മ പതനത്തെക്കുറിച്ച് സ്വയം ചിന്തയുണ്ടായോ, സംശയമുണ്ടായോ, മടിയുണ്ടായോ? ഉണ്ടെങ്കിൽ ആർക്കുണ്ടായി? ആരോട് ചോദിച്ചു? ആരതിന് മറുപടി പറഞ്ഞു? ആ വർത്തമാനങ്ങളൊക്കെ പറയൂ. എന്തൊക്കെ പറഞ്ഞാലും കുരുക്ഷേത്രം ധർമ്മക്ഷേത്രമല്ലേ? അവിടെ വെറും യുദ്ധം മാത്രമായിട്ട് നടക്കില്ല. അവിടെ നടക്കുന്നതൊക്കെ ധാർമ്മികമാകണം. അപ്പൊ ഏത് വീക്ഷണത്തിലാണ് ഈ ഭീഷ്മന്റെ പതനം ധാർമ്മികമാകുന്നത്? അർജുനന് അതിനെപ്പറ്റി സംശയമോ സങ്കടമോ ഉണ്ടായില്ലേ? എനിക്കെല്ലാം അറിയണം എന്ന് പറഞ്ഞ് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. പടക്കളത്തിൽ വന്ന് ഇരു കൂട്ടരും എന്താ ചെയ്തത്? ആദ്യം മുതൽക്ക് മുണ്ടു മുറുക്കി കൊടുത്തുവോ എന്നാൽ അതും പറയണം. വില്ല് പൊക്കി പിടിച്ചുവോ അതും പറയണം. ആരെങ്കിലും ഒന്ന് തുമ്മിയോ എന്നാൽ അതും പറയണം. എല്ലാം എനിക്ക് കേൾക്കണം. എനിക്ക് പെട്ടെന്ന് കേൾക്കേണ്ടത് യുദ്ധവൃത്താന്തമല്ല. ആ യുദ്ധത്തെ പറ്റി അവിടെ എന്തെങ്കിലും ധർമ്മസംവാദം നടന്നോ? യുദ്ധം ശരിയാണെന്ന് എല്ലാവർക്കും തോന്നിയോ? ഒരു ഭാഗത്ത് പിതാമഹൻ, സംപൂജ്യനായ പിതാമഹൻ, മറുഭാഗത്ത് അദ്ദേഹത്തിൻ്റെ സ്നേഹവാത്സല്യത്തിൽ വളർന്ന പാണ്ഡവൻ അർജുനൻ. ഇവർ രണ്ടുപേരും കൂടി പടപൊരുതിയോ? എങ്ങനെ പടപൊരുതി? എന്താ അതിൻ്റെ പിന്നിൽ? ഭീഷ്മരെ തട്ടിയിട്ടതോ അതോ തട്ടിയിടാൻ സമ്മതിച്ചതോ? പെട്ടെന്നിങ്ങനെ ഒരു സംഭവം നടക്കില്ല. ഈ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു തരൂ. എൻ്റെ പുത്രന്മാരെങ്ങനെ പെരുമാറി? പാണ്ഡവന്മാരെങ്ങനെ പെരുമാറി? ആ ധർമ്മഭൂമിയിൽ വല്ല ധർമ്മസ്വാധീനമുണ്ടായോ? അതുണ്ടായെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് അനുകൂലമോ പ്രതികൂലമോ? പാണ്ഡവന്മാർക്ക് അനുകൂലമോ പ്രതികൂലമോ? അങ്ങനെ എല്ലാ വർത്തമാനവും എൻ്റെ പൊന്നു സഞ്ജയ ഒന്നും വിടാതെ എണ്ണിപ്പറക്കി പറഞ്ഞു തരൂ എന്നുള്ളൊരു ചോദ്യമാണത്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവ
മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. 18 അധ്യായമുള്ള ഭഗവത്ഗീതയിൽ 1-ാം അധ്യായത്തിൽ 1-ാം ശ്ലോകമാണിത്. ഇനി 2-ാം ശ്ലോകം കേൾക്കുന്നുണ്ടോ നിങ്ങൾ? 2-ാം ശ്ലോകം ചോദ്യത്തിന് മറുപടി. ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്യണം എന്ന് വിചാരിച്ചു വന്ന മാമകാഃ പാണ്ഡവാശ്ചൈവ, എൻ്റെ പുത്രന്മാരും പാണ്ഡവന്മാരും കിമകുർവത, എന്തു ചെയ്തു? അപ്പൊ അതിന് മറുപടി വിവരിക്കുമ്പോൾ എങ്ങനെയാ വിവരിക്കണ്ടേ പറയൂ? പാണ്ഡവന്മാർ ചെയ്തത് മുമ്പ് പറയണോ അതോ സ്വന്തം മക്കൾ ചെയ്തത് മുമ്പ് പറയണോ? ഏതാ വേണ്ടേ? എന്താ മിണ്ടാത്തെ? നിങ്ങളാണെങ്കിൽ അതൊന്നും ആലോചിക്കില്ല അല്ലേ? അപ്പൊ മാമകാഃ, എൻ്റെ കുട്ടികൾ ചെയ്തത് എന്താണെന്നുള്ളത് ആദ്യം വിവരിക്കുക. ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. അങ്ങയുടെ പുത്രനുണ്ടല്ലോ ദുര്യോധനൻ, രാജാവാണ്. അങ്ങ് രാജ്യം ഭരിക്കുന്നില്ല, കുരുടനാണ്. അതുകൊണ്ട് പുത്രനാണ് രാജ്യം വാസ്തവത്തിൽ ഭരിക്കുന്നത്. സമ്മതത്തിനും അസമ്മതത്തിനും ഒക്കെ അങ്ങേ സമീപിക്കുന്നേ ഉള്ളൂ. ആ ദുര്യോധനൻ മുഴുവനും രാജാവായി ഭരിക്കുന്ന പോലെയാണ് ഭരിക്കുന്നത്. ഇത്രയും വലിയ ഒരു മഹാഭാരത യുദ്ധം, കെങ്കേമമായിട്ടുള്ള യുദ്ധം, ഒരു ഭാഗത്ത് പാണ്ഡവന്മാരും അർജുനന്റെ തേര് തെളിക്കാൻ കൃഷ്ണനും എല്ലാവരും കൂടി അപ്പുറത്ത് നിൽക്കണു. അപ്പൊ അതിൻ്റെ പ്രഭാവം, അതിൻ്റെ അജയ്യത മനസ്സിലാക്കേണ്ടതാണ് ദുര്യോധനൻ. ഇതൊക്കെ ആയാലും എന്തു ചെയ്തു? ദൃഷ്ട്വാ തു പാണ്ഡവാനീകം, പാണ്ഡവന്മാരുടെ സേനയെ വ്യൂഢം, നല്ല പോലെ വ്യൂഹം ചെയ്തിട്ടുണ്ട്. ആര്? ദൃഷ്ടദ്യുമ്നൻ, സേനാധിപൻ. ആ വ്യൂഢം ചെയ്ത് നിൽക്കുന്ന പാണ്ഡവ സേനയെ കണ്ടപ്പോ താൻ അറിയാതെ തന്നെ ചില കമ്പനങ്ങൾ ഉണ്ടായി ദുര്യോധന്റെ മനസ്സിൽ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? 11 അക്ഷൗഹിണി സേനയാണ് ദുര്യോധന്. അതിൻ്റെ പകുതിയേക്കാൾ അല്പം കൂടുതലേ ഉള്ളൂ 7 അക്ഷൗഹിണി പാണ്ഡവന്മാർക്ക്. തൻ്റെ ഭാഗത്ത് ഭീഷ്മനുണ്ട്, ദ്രോണനുണ്ട്, കൃപനുണ്ട്, കർണനുണ്ട്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും പാണ്ഡവസേനയെ വ്യൂഹം ചെയ്ത് നിൽക്കുന്നത് കണ്ടപ്പോ ആചാര്യമുപസംഗമ്യ, ആചാര്യന്റെ അടുക്കലേക്ക് പോയി. സേനാധിപന്റെ അടുക്ക് പോയില്ല, ഭീഷ്മന്റെ അടുത്ത്. ആചാര്യന്റെ അടുത്ത്, ദ്രോണന്റെ അടുത്ത് പോയിട്ട് രാജാ വചനമബ്രവീത്, പോയി സംസാരിക്കുന്ന സമയത്ത് ഞാൻ വിനീതനായ ഒരു ശിഷ്യനാണെന്ന് പറഞ്ഞ് കാല് തൊട്ട് വന്നിച്ച് സംസാരിക്കുകയല്ല ചെയ്തത്. രാജാ, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? രാജാവ് ഞാനാണ്, എൻ്റെ സേനയാണ് നിങ്ങൾ ആധിപത്യം വഹിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാം, നിങ്ങൾക്ക് കേൾക്കണം. ഈ വക വിചാരങ്ങളോടൊക്കെ കൂടിയിട്ട് പറയുകയാണ് വചനമബ്രവീത്. ആചാര്യനെ വലിയൊരു യുദ്ധമാണ് നടക്കാൻ പോകുന്നത്, എന്തുണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് തന്നെ ആലോചിച്ച് നോക്കുമ്പോൾ മനസ്സ് കിട്ടുകിട്ട് എന്ന് പറയണു. അതുകൊണ്ട് വേണ്ടതുപോലെ ഭദ്രമായി നടത്തി തരണേ, അതിനുള്ള കനിവുണ്ടാകണേ എന്നല്ല പറയണത്. രാജാവ് സ്വഭൃത്യന്മാരോട് സംസാരിക്കുന്നത് പോലെ, സേനാധിപന്മാരോട് സംസാരിക്കുന്നത് പോലെ, അങ്ങനെ ആജ്ഞാരൂപത്തിലുള്ള വചനമാണ് പറഞ്ഞത്. ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. എന്താ പറഞ്ഞേ? പശ്യൈതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത. നിങ്ങൾക്കിതൊക്കെ കേൾക്കാൻ പിടിക്കുന്നുണ്ടോ? ഓ, എന്തൊരു ശാസ്ത്ര നോക്കൂ. പശ്യൈതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമൂം. കേൾക്കണം, 7 അക്ഷൗഹിണി സേനയേ ഉള്ളൂ, 11 തൻ്റെ കയ്യിലാ. ഇത് രണ്ടും കൂടി താരതമ്യപ്പെടുത്തിയാൽ എത്രയുണ്ടത്? പക്ഷേ ദുര്യോധനന്റെ കണ്ണുകൾക്ക് മഹതീം ചമു, അതിമഹത്തായ സേനയാന്നാ തോന്നിയത്. എണ്ണമല്ല ദുര്യോധന്റെ മനസ്സിൽ തട്ടിയത്, എണ്ണമല്ലാത്തൊരു വണ്ണം. ഇതാണ് ധർമ്മക്ഷേത്രത്തിന്റെ സ്വാധീനം. സംഖ്യ കുറഞ്ഞിട്ടുള്ള ഒരു സേനയെ ശത്രുപക്ഷത്തിൽ കണ്ട്, സംഖ്യ കുറഞ്ഞാലും ശക്തി കൂടുതൽ അവർക്കാണ്.
ജയത്തിന് സാധ്യത അവർക്കാണെന്ന് തോന്നിപ്പോയി. അതാണ് കുരു തപസ് ചെയ്ത് പവിത്രമാക്കിയ ആ അന്തരീക്ഷത്തിൻ്റെ മഹത്വം. നാം ഇവിടെ 15ാമത് കൊല്ലം ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്ര ജ്ഞാന മഹോത്സവം നടത്തുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സ്വാധീനം 10,000 ആണ്ടുകൾ കഴിഞ്ഞും ഉണ്ടാവും കൂട്ടരെ. നിങ്ങൾ മനസ്സിലാക്കണം. അത് ചരിത്രത്തിന് എഴുതാൻ പറ്റി എന്ന് വരില്ല. അതിനെ കണ്ടുപിടിക്കാനുള്ള ക്യാമറയും ഇല്ല, സൂക്ഷ്മദർശനികളും നമ്മുടെ കയ്യിലില്ല. ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നത് ശരിയാണ്. ആയിരക്കണക്കിന് ഭക്തന്മാർ വന്നുകൂടി ബദ്ധശ്രദ്ധരായി ഇരുന്ന് തത്വപ്രവചനം കേട്ടു. പലരും ഗ്രഹിച്ചു, എല്ലാവർക്കും സന്തോഷം. പ്രതിദിനം അവസാനം നാമസങ്കീർത്തനം നടത്തി ആടിപ്പാടി പ്രദക്ഷിണം വെച്ചു. ഭഗവാന്റെ നാമങ്ങൾ നാവിലും മനസ്സിലുമായി. എന്തൊരാട്ടം, എന്തൊരു ചാട്ടം, എന്തൊരു നൃത്തം, എന്തൊരു കീർത്തനം! ഇതെവിടെ നടക്കും? വൈകുണ്ഠം പോലും തോറ്റു പിന്മാറി. അത്ര വിശേഷപ്പെട്ട ഒരു രംഗം സൃഷ്ടിച്ചുകൊണ്ടാണ് ഭക്തജനങ്ങൾ ഇവിടെ സമ്മേളിച്ചത്. ഈ വസ്തുത എവിടെ പോകുന്നാ നിങ്ങൾ പറയുന്നത്? നമ്മളൊക്കെ ശരീരം മൃതി അടഞ്ഞു പോകാം, പക്ഷേ 1000 ആണ്ടുകൾ കഴിഞ്ഞാലും ഇങ്ങനെ ഒന്ന് നടന്നു എന്നൊരു വസ്തുത സൃഷ്ടികർത്താവിൻ്റെ ചരിത്ര പുസ്തകത്തിലുണ്ടാവും. അതിനൊരു മാറ്റവും വരില്ല. ആ സ്വാധീനം എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നോക്കൂ നിങ്ങളിവിടെ. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ കിമകുർവത. ആ ധർമ്മക്ഷേത്രത്തിൻ്റെ സ്വാധീനം ദുര്യോധനന്റെ പോക്കിൽ നമുക്ക് കാണാം, സംസാരിച്ചതിൽ നമുക്ക് കാണാം. അവിടെ ചെന്നിട്ട് പറയാണ്, പാണ്ഡവന്മാരുടെ മഹത്തായ സേനയെ നോക്കൂ ആചാര്യ. ആ പദങ്ങൾ ഒന്നും കൂടിയും സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. പാണ്ഡവാനാം ആചാര്യ, പാണ്ഡുപുത്രാണാം ആചാര്യ. പാണ്ഡുപുത്രന്മാരുടെ ആചാര്യനാണ് അങ്ങ്, എൻ്റെ ആചാര്യനല്ല. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമൂം. ആ സേനയെ വ്യൂഹം ചെയ്തിട്ടുള്ളത് ആരാ? വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത. അങ്ങ് അപമാനിച്ചുവല്ലോ ദൃഷ്ടദ്യുമ്നന്റെ അച്ഛനെ, ദ്രുപദനെ. ആ ദ്രുപദന്റെ പുത്രൻ അങ്ങയെ കൊല്ലാൻ വേണ്ടി തപസ് ചെയ്ത് പ്രത്യേകമായി ജനിച്ച ഒരു കുട്ടി സൈന്യത്തലവനായി നിൽക്കുന്ന പാണ്ഡവസേന. മനസ്സിലായോ? ഇല്ല. എന്താ മിണ്ടാത്തെ? ദൃഷ്ടദ്യുമ്നനാണ് അവിടെ സൈന്യത്തലവൻ. ആരാ ഈ ദൃഷ്ടദ്യുമ്നൻ? ദ്രുപദന്റെ പുത്രൻ. ആരാ ദ്രുപദൻ? ദ്രോണനോട് അപമര്യാദ കാണിച്ചു. അതിന് പകരം പോക്കാനായിട്ട് അർജുനനെ പറഞ്ഞയച്ചു. അർജുനൻ തോൽപ്പിച്ചു. എല്ലാം കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഒന്നും തന്നില്ല താൻ, തനിക്ക് ഞാൻ പകുതി രാജ്യം തരണു എന്ന് പറഞ്ഞ് ദ്രുപദന് പകുതി രാജ്യം കൊടുത്തു. പക്ഷെ ആ കറ രാജമനസ്സിൽ നിന്ന് പോയില്ല. തപസ് ചെയ്ത് ഈ ദ്രോണാചാര്യരെ വകവരുത്തണം എന്ന് പറഞ്ഞ് ഉണ്ടായ കുട്ടിയാണ് ഈ ദൃഷ്ടദ്യുമ്നൻ. ആ ദൃഷ്ടദ്യുമ്നൻ, അങ്ങയുടെ ഘാതകനാകാൻ പോകുന്ന ദൃഷ്ടദ്യുമ്നൻ വ്യൂഹം ചെയ്ത് നിർത്തിയ സൈന്യത്തെ നോക്കൂന്നാ പറയണേ. ഇതിലേറെ കുത്തുവാക്കും മുള്ളുവാക്കും ഉണ്ടോ? എന്താ ഇവരും മിണ്ടാത്തെ? ഇങ്ങനെയാ ഒരു ആചാര്യനോട് സംസാരിക്കുക? ഇത് അങ്ങവർക്ക് അറിയില്ലേ? ഈ വിദ്വാൻ പറഞ്ഞു കൊടുത്തിട്ട് വേണോ? വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത. അങ്ങയുടെ ശിഷ്യനാണ് ധീമത, വളരെ ബുദ്ധിശാലിയാണ്. അങ്ങയുടെ ശിഷ്യൻ വളരെ ബുദ്ധിശാലി. അങ്ങയെ കൊല്ലാൻ വേണ്ടി ജനിച്ച ആള് ദ്രുപദപുത്രൻ. അദ്ദേഹമാണ് ഈ സേനയെ വ്യൂഹം ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അത് മഹത്തല്ലാതെ എന്താകും എൻ്റെ ആചാര്യ? അപര്യാപ്തം തദസ്മാകം ബലം ഭീമാഭിരക്ഷിതം പര്യാപ്തം ത്വിദമേതേഷാം ബലം അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ത്വിദമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. ആദ്യം ഭീഷ്മാഭിരക്ഷിതം, പിന്നത്തെ പകുതിയിൽ ഭീമാഭിരക്ഷിതം. ഈ സേനയെ അങ്ങോട്ട് കാണുമ്പോൾ ദൃഷ്ടദ്യുമ്നൻ, അങ്ങയുടെ ശിഷ്യൻ, ബുദ്ധിമാൻ, അതിൻ്റെ പശ്ചാത്തലം, ദൃഷ്ടദ്യുമ്നന്റെ അച്ഛൻ എന്തായിരുന്നു സങ്കല്പിച്ചത്, എന്തിനു വേണ്ടി തപസ് ചെയ്തു, അതൊക്കെ എൻ്റെ മനസ്സിൽ ഓർമ്മ വരിക.
അതൊക്കെ വെച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ എനിക്ക് എന്താ തോന്നണതെന്നറിയോ? അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം. നമ്മുടെ സൈന്യത്തിൻ്റെ തലവൻ അജയ്യനും പ്രാജ്ഞനും തപസ്വിയും എല്ലാമായിരിക്കുന്ന ഭീഷ്മ പിതാമഹനായാൽ പോരും അപര്യാപ്തം തദസ്മാകം ബലം. നമ്മുടെ കയ്യിലുള്ള ബലമുണ്ടല്ലോ, സേനയുണ്ടല്ലോ, അപര്യാപ്തം. രണ്ടർത്ഥമാണ് ഈ ശബ്ദത്തിന്. പരിധിയില്ലാത്തത്, അതല്ലെങ്കിലോ കഴിവ് കുറഞ്ഞത്. അതിന് പര്യാപ്തമല്ല എന്ന്. മൈ ടീം, മൈ ആർമി ഈസ് നോട്ട് കോമ്പിറ്റന്റ് ഇനഫ് ടു വിൻ ദ വാർ എന്ന് തോന്നിപ്പോണു എനിക്ക്. പര്യാപ്തം ത്വിതമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. നേരെ മറിച്ച് 7 അക്ഷൗഹിണി മാത്രം സേനയുള്ള പാണ്ഡവന്മാരുടെ ആ പക്ഷമുണ്ടല്ലോ, അത് പര്യാപ്തം. എണ്ണത്തിൽ കുറഞ്ഞതൊന്നുമല്ല അവിടെ പ്രമാണം. ഭീമാഭിരക്ഷിതം. ഭീമനാണ് രക്ഷിക്കുന്നത്. ഈ ഭീമന്റെ ജീവിതത്തിൽ പ്രതിജ്ഞ എന്താ പ്രതിജ്ഞ? ദുശാസനെയും ദുര്യോധനെയും ഒക്കെ കൊന്ന് ഇടിച്ച് പൊടിച്ച്, അതാണ് പ്രതിജ്ഞ. അപ്പൊ ദുര്യോധനന് ഭീമനെ കാണുമ്പോൾ പേടിക്കാണ്ട് പറ്റുമോ? ഞാനാണ് മേലെ എന്നൊക്കെ പറഞ്ഞാലും രണ്ടുപേരും കൂടി ദ്വന്ദ്വയുദ്ധം ചെയ്താൽ ദുര്യോധനാത്രേ കൗശലം കൂടുതൽ, സാമർഥ്യം. ഭീമന് ശക്തിയാണ് കൂടുതൽ. അങ്ങനെ ആയാലും ആ ധർമ്മക്ഷേത്രത്തിലെത്തി നിരീക്ഷിച്ചപ്പോൾ തോന്നുന്നതാണ് പര്യാപ്തം ത്വിതമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. ഇതെന്തിനാ ഞാനിതൊക്കെ വായിക്കുന്നത്? യുദ്ധക്കളത്തിൽ എന്ത് നടന്നു, എൻ്റെ പക്ഷവും പാണ്ഡവപക്ഷവും എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് ചെയ്ത വിവരങ്ങളൊക്കെ പറയുകയാണ്. ഇത് വാസ്തവത്തിൽ മതവിവരണമാണോ അതോ യുദ്ധവിവരണോ? അയനേഷു ച സർവേഷു യഥാഭാഗമവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ്വ ഹി. ആചാര്യനോട് ഉപദേശം ചോദിക്കുകയല്ല, ആചാര്യന് ആജ്ഞ നൽകുക ചെയ്യണം. ഇതിലേറെ ധിക്കാരമുണ്ടോ? അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് വന്നിച്ചു എന്നുള്ള ഒരു വാക്ക് പറയണില്ല സഞ്ജയൻ. അങ്ങനെ ഒരു സംഭവം നടന്നില്ല. അത് തോന്നിയില്ല ദുര്യോധന്. ദുര്യോധനൻ ആ വകുപ്പിൽപ്പെട്ട ഒരു ശിഷ്യനല്ല. ആചാര്യനെ കവച്ചു വെട്ടുന്ന ഒരു ശിഷ്യനാണ്. അയനേഷു ച സർവേഷു യഥാഭാഗമവസ്ഥിതാഃ. നമ്മുടെ ഭീഷ്മൻ നമ്മുടെ സൈന്യത്തെയും വ്യൂഹം ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും യഥാസ്ഥാനങ്ങളിൽ നിന്നുകൊള്ളട്ടെ. എനിക്ക് അങ്ങയോടൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ. അങ്ങ് ഓടിച്ചാടി മുൻകൈയെടുത്ത് ശത്രുസേനയെ ആക്രമിക്കുകയോ ഒന്നും ചെയ്യണ്ട. ഞാൻ ആവശ്യപ്പെടുന്നത് എന്താണെന്നറിയോ? ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ്വ ഹി. അങ്ങയും അങ്ങയുടെ കീഴിലുള്ളവരും എല്ലാവരും തന്നെ എൻ്റെ പൊന്നു പിതാമഹൻ്റെ ദേഹരക്ഷ മാത്രം ഉറപ്പുവരുത്തിയാൽ മതി. I don't want you to take any initiative on your part, but I would like you to protect the personality of my grandfather Bhishma. He will look after everything. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ആരും പറയുന്നില്ല. ഇനി ഞാൻ തന്നെ മറുപടി പറയാം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ്വ ഹി. അങ്ങയും അങ്ങയെപ്പോലുള്ളവരെല്ലാവരും കൂട്ടത്തിലുള്ളവരും ഭീഷ്മനെ രക്ഷിച്ചാൽ മതിയപ്പാ. ഭീഷ്മൻ ചില വ്രതമൊക്കെ ചെയ്തിട്ടുണ്ട്, ചില പ്രതിജ്ഞയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ പ്രതിജ്ഞയ്ക്കനുസരിച്ച് ഒരു സ്ഥിതിവിശേഷം അവിടെ ഇല്ലാതെ നോക്കിയാൽ മതി. ഭീഷ്മന്റെ വ്യക്തിത്വം രക്ഷിച്ചാൽ എൻ്റെ സേന രക്ഷപ്പെട്ടു. അവിടെ എൻ്റെ സേനയും എൻ്റെ ഭീഷ്മനും ഒക്കെയാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ധർമ്മക്ഷേത്രത്തിൽ നടന്ന സംവാദം ആരെന്തു ചെയ്തു? തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃദ്ധ പിതാമഹ സിംഹനാദം വിനദ്യോച്ചൈഃ ശംഖം ദദ്മൗ പ്രതാപവാൻ. ഈ സംസാരം ഇനി ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയാൽ ശരിയാവില്ല. ശിഷ്യൻ ആചാര്യൻ്റെ മുൻപിൽ അദ്ദേഹം പറയണത് കേൾക്കാനും വേണ്ടത് ചോദിച്ചറിയാനുമല്ല അവിടെ വന്നിരിക്കുന്നത്. ആചാര്യൻ്റെ മുകളിൽ തൻ്റെ ഇംഗിതങ്ങളും തൻ്റെ ആജ്ഞകളും അടിച്ചേൽപ്പിക്കാനാണ്. ഇതിലേറെ ഒരു ധിക്കാരമുണ്ടോ? ഈ ധിക്കാര സംവാദം നിർത്തിയേ തീരൂ, ഇതിനി കൂട്ടിക്കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞ് ദുര്യോധൻ്റെ മനസ്സിൽ സന്തോഷമുണ്ടാക്കുക. അപ്പം നിർത്തൂലോ,
പേടി. ഇപ്പോൾ ഒരു പേടി ഉള്ളിലുണ്ടേ, ആ പേടി പോവാനാണ് ഇതൊക്കെ പറയുന്നത്. ആ സന്തോഷമുണ്ടാവത്തക്ക വിധത്തിൽ ഞാനുണ്ട് എന്ന് പറഞ്ഞ് തെളിയിപ്പിച്ചാൽ ഈ സംസാരം നിൽക്കും എന്ന് വിചാരിച്ച് തസ്യ സഞ്ജനയൻ ഹർഷം, ദുര്യോധന്റെ മനസ്സിൽ സന്തോഷമുണ്ടാക്കാൻ വേണ്ടി കുരുവൃദ്ധ പിതാമഹ, കുരുക്കളിൽ വൃദ്ധനായിട്ടുള്ള പിതാമഹൻ സിംഹനാദം വിനദ്യോച്ചൈ, ഒരു സിംഹത്തിന്റെ അലർച്ചി അങ്ങോട്ട് അലറിയത്രേ. ഞാനിപ്പോൾ അലറിയ എൻ്റെ തൊണ്ട പോകും. സിംഹനാദം വിനദ്യോച്ചൈ ശംഖം ദധ്മൗ പ്രതാപവാൻ, ഒരു സിംഹനാദം പുറപ്പെടുവിച്ച് ശംഖെടുത്ത് അങ്ങോട്ട് ഊതി പ്രതാപശാലിയായിരിക്കുന്ന ഭീഷ്മൻ. ശംഖൂതി പടക്കളത്തിൽ വന്ന് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യുദ്ധകാഹളത്തിന് തുടക്കം കുറിച്ചു എന്ന അർത്ഥം. അപ്പം അങ്ങനെ ചെയ്താൽ പിന്നെ ദുര്യോധന അവിടെ വർത്തമാനം പറയാൻ പറ്റില്ല. ഈ ശംഖനാദം കേൾക്കുമ്പോഴേക്കും ആ 11 അക്ഷൗഹിണി സേന ഒട്ടാകെ തതശംഖാശ്ചഭേര്യശ്ച പണവാനക ഗോമുഖാഃ സഹസൈവാഭ്യഹന്യന്ത സശബ്ദഃ തുമുലോ ഭവത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഒന്ന് കേൾക്കിനപ്പ. നമ്മുടെ ചരിത്രകാരന്മാരുടെ കവികളുടെ വർണ്ണനയുടെ ആ വൈഭവം ഒന്ന് നോക്കൂ. ഇതാണ് നമ്മൾ ഭാരതം വായിക്കുന്നത്. അത് ചരിത്ര പുസ്തകമാണെങ്കിലും അത് എത്ര ഹൃദ്യം, എത്ര ഉത്കൃഷ്ടം, എത്ര മനോരഞ്ജകം, എത്രത്തോളം ബുദ്ധിക്ക് മാർഗദർശനം നൽകുന്നത്. ഒരു സംഗതി നടന്നു, ചേട്ടൻ ചേട്ടത്തിയമ്മയെ വരാൻ പറഞ്ഞു എന്നങ്ങോട്ട് പറഞ്ഞാൽ ആയില്ല. അതിൻ്റെ പശ്ചാത്തലമൊക്കെ വിവരിച്ച് വേണ്ടതുപോലെ ആയാലേ പോയ കാര്യം നടക്കുള്ളൂ. തതശംഖാശ്ചഭേര്യശ്ച പണവാനക ഗോമുഖാഃ സഹസൈവാഭ്യഹന്യന്ത സശബ്ദഃ തുമുലോ ഭവത്. അതങ്ങോട്ട് പുറപ്പിടിക്കുമ്പോഴേക്കും അക്ഷമരായി നിൽക്കുന്ന 11 അക്ഷൗഹിണി സേനാംഗങ്ങളെല്ലാവരും കൂടി ശംഖാശ്ച ഭേര്യശ്ച പണവാനക ഗോമുഖാഃ, അവരുടെ കയ്യിലുള്ള ചെണ്ട, മദ്ദളം എല്ലാം കൂടി, ചേങ്ങല, തോങ്ങല എല്ലാം കൂടിയിട്ട്, ശംഖും എല്ലാവരും കൂടി പടപട ബുഡു ബുഡു ഗു ഗു ബു ബു ശബ്ദം അങ്ങോട്ട് പുറപ്പെടുവിച്ചു. സശബ്ദഃ തുമുലോ ഭവത്. അതിലൊരു ചിട്ടയോ ഒരു ക്രമമോ ഒരു അടുക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും കാത്തിരിക്കുകയാണ്. ദാ പിതാമഹൻ പുറപ്പെടുവിച്ചുവല്ലോ നമുക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞ്, ഞാൻ നീ എന്ന് പറഞ്ഞാൽ ബും അങ്ങോട്ട് പുറപ്പെടുവിച്ചു. സഞ്ജയന് പറയാനുള്ളത് സശബ്ദസ്തുമുലോ ഭവത്, കൂട്ടായിട്ടുള്ള ഒരു ശബ്ദ, അത് സ്വല്പം വലുതായിരുന്നു എന്നേ പറയാനുള്ളൂ. കേൾക്കുന്നുണ്ടോ നിങ്ങള്? കിം അകുർവത മാമകാഹ പാണ്ഡവാശൈവ എന്നുള്ള ചോദ്യത്തിന് അങ്ങയുടെ പുത്രൻ ചെയ്ത കോലാഹലങ്ങൾ വിവരിച്ചു. ഇനി പാണ്ഡവന്മാർ ചെയ്തത് വിവരിക്കാൻ പോവാ. ഇതിലിപ്പോൾ എല്ലാം കൂടി എത്ര ശ്ലോകമുണ്ട്? 3, 4, 5 ശ്ലോകമേ ഉള്ളൂ. ഇനി പറയുന്നതോ തതശ്വേതൈർഹയൈർയുക്തേ മഹദിസ്യന്തനേ സ്ഥിതൗ മാധവഃ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദധ്മതുഃ. നിങ്ങളിത് ആസ്വദിക്കുന്നുണ്ടോ കൂട്ടരെ? ഒന്ന് കൈ പൊന്തിക്കാൻ. തർക്കേടില്ല, പറയാം നിങ്ങളോടൊപ്പം എനിക്ക്. തതഃ ഉടനെ ശ്വേതൈർഹയൈർയുക്തേ, ആ വർണ്ണന നോക്കൂ. വെളുത്ത കുതിരകളെ കെട്ടിയിട്ടുള്ള മഹദിസ്യന്തനേ സ്ഥിതൗ, അതിമഹത്തായ രഥത്തിൽ നിൽക്കണു 2 പേര്. ആരാ? മാധവ പാണ്ഡവശ്ചൈവ. ഒന്ന് ശ്രീകൃഷ്ണൻ, ദ്വാരകാവാസി, ദ്വാരകാധിപൻ. കൂട്ടത്തില് പാണ്ഡവശ്ചൈവ, അർജുനനും. അവർ 2 പേരുമാണ് ദിവ്യൗ ശംഖൗ പ്രദധ്മതുഃ. അവരുടെ കയ്യിലുള്ള ദിവ്യ ശംഖങ്ങൾ എടുത്തൂതി. സിംഹത്തിൻ്റെ അലർച്ച ഉണ്ടായില്ല, പുലി പോലെയും അലർച്ച ഉണ്ടായില്ല, ആനയുടെ കൂവലും ഉണ്ടായില്ല, ചിന്നംവിളി ഉണ്ടായില്ല. ദിവ്യൗ ശംഖൗ പ്രദധ്മതുഃ. എന്താ അതിനർത്ഥം? ഭീഷ്മൻ സൈന്യത്തലവനാണ്. ആ സൈന്യത്തലവൻ യുദ്ധകാഹളം മുഴക്കിയാൽ, അതിന് നേതൃത്വം നൽകിയാൽ, ഇപ്പുറത്ത് അതിനെ ഏറ്റുവാങ്ങി പ്രതിധ്വനി മുഴക്കേണ്ടവൻ ആരാ? ദൃഷ്ടദ്യുമ്നൻ. ആ ദൃഷ്ടദ്യുമ്നനെ അറിയാം, എന്നെ സൈന്യത്തലവനാക്കി വച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അതിന് പൂർണ്ണമായി യോഗ്യതയുള്ളവനല്ല.
പാണ്ഡവന്മാർ എത്ര ഗംഭീരന്മാർ, അവിടുന്ന് അങ്ങനെ ഒരു കൃഷ്ണനും ഉണ്ട് അവർക്ക്. അവരൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ തുള്ളിച്ചാടി പുറപ്പെട്ടാൽ നന്നാവില്ല എന്ന് പറഞ്ഞ് വിവേകത്താൽ നയിക്കപ്പെട്ട് വിവേകനീതനായി മിണ്ടാതിരുന്നു. എല്ലാവരും മിണ്ടാതിരുന്നു. രണ്ട് കാരണം. ഒന്നാമത് ഭീഷ്മൻ, ആ ഭീഷ്മന്റെ വ്യക്തിത്വത്തോടെ പൊരുത്തപ്പെടാവുന്നതൊന്നുമല്ല ഇവർക്ക്. രണ്ടാമത് ഭീഷ്മൻ മുത്തശ്ശനാണ്. ആ മുത്തശ്ശന് പാണ്ഡവന്മാരോട് സ്നേഹവും കൂറുമാണ്. പാണ്ഡവന്മാർക്ക് അദ്ദേഹത്തോട് ആദരവും ബഹുമാനവുമാണ്. അപ്പോൾ ഭീഷ്മൻ ശംഖങ്ങട് വിളിച്ചപ്പോൾ അർജുനൻ ഞാൻ പറഞ്ഞങ്ങോട്ട് വിളിക്കുക സമ്മതിക്കില്ല അവരുടെ മനസ്സ്. എല്ലാവരും മിണ്ടാതിരുന്നു. എന്നാൽ പ്രതിധ്വനി വേണം താനും. അതിനിപ്പോൾ എന്താ ചെയ്യുക? ഒരൊറ്റ ആളേ ഉള്ളൂ. ഞാൻ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കില്ല, ആയുധം പ്രയോഗിക്കില്ല എന്ന പ്രതിജ്ഞയോടുകൂടി അർജുനന്റെ തേരാളിയായി അർജുനന്റെ മുൻപിൽ താൻ തെളിക്കുന്ന തേരിലേ അർജുനന് പോവാൻ പറ്റുള്ളൂ. താൻ എവിടെ കൊണ്ടുപോയോ അവിടെ അർജുനൻ യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ. ആയുധമെടുക്കാതെ ആയുധത്തിൻ്റെ ഗതി നിയന്ത്രിക്കാൻ എല്ലാവിധത്തിലുള്ള കൗശലത്തോടും കൂടി വന്ന അർജുനൻ, കൗശലത്തോടു കൂടി വന്ന കൃഷ്ണൻ. ആ കൃഷ്ണൻ എന്തു ചെയ്തു? മാധവ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദധ്മതു. ആദ്യമായിട്ട് പ്രതിധ്വനി മുഴക്കിയത് കൃഷ്ണനാണ്. കൃഷ്ണൻ വിളിച്ചപ്പോൾ അർജുനൻ വിളിച്ചു. അവരുടെ കയ്യിലുള്ള ശംഖുകളോ ദിവ്യശംഖുകളാണ്. അതിൻ്റെ പേര് പ്രത്യേകം എടുത്തു പറയണു. ആര്? സഞ്ജയൻ. പാഞ്ചജന്യം ഹൃഷീകേശോ ദേവദത്തം ധനഞ്ജയ പൗണ്ഡ്രം ദധ്വൗ മഹാശംഖം ഭീമകർമ്മ മൃഗോദര അനന്തവിജയം രാജ കുന്തിപുത്രോ യുധിഷ്ഠിരഃ നകുലഃ സഹദേവശ്ച സുഘോഷ മണിപുഷ്പകൗ. നിങ്ങൾ കുട്ടികൾക്ക് പേരിടുമ്പോൾ നല്ല പേരിടണേ. ഇവിടെ രാക്ഷസന്റെയും അസുരന്റെയും പേരൊക്കെ ഉണ്ട്. ആദ്യമായിട്ട് ദേവന്മാരുടെ പേരുകളാണ് തിരഞ്ഞെടുത്തിടുക. 3 അക്ഷരമുള്ള പേരാണ് ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞാലോ അതുപോലെയുള്ള നല്ല സംഗതികൾ എന്തൊക്കെയുണ്ടോ, പുഴകളുടെ പേര്, പർവ്വതങ്ങളുടെ പേര്, പുഷ്പങ്ങളുടെ പേര്, ഇതൊക്കെയാ. നമുക്ക് ഗൾഫിൽ നിന്ന് കുറേ അധികം പണം വരുന്നുണ്ടല്ലോ. ആ ഗൾഫിലേക്ക് പോയി തുടങ്ങിയപ്പോൾ അർത്ഥമില്ലാത്തവൻ അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കുടപിടിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ. അവിടെ പോയിട്ട് പണം സമ്പാദിക്കാൻ പോയി പണം അയച്ചു. അതുപോരാ, അവിടുത്തെ പേരും ഇമ്പോർട്ട് ചെയ്തു. എന്നിട്ട് ഷുജു, മുജു, കുജു, പുജു, ജോജു, ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ പേരുകൾ. എന്താ അതിന് വല്ല അർത്ഥം ഉണ്ടോ ചോദിച്ചാൽ, ഷുജു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ബുജു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ പേരുകളൊക്കെ അങ്ങനെയായി. ഇപ്പോൾ കുറേ മാറ്റം കാണുന്നു. ഞങ്ങളൊരു സംസ്കാര പൈതൃക ക്ലാസ് നടത്തുന്നുണ്ട്. അതിലെ കുട്ടികളുടെ പേരൊക്കെ എത്ര രമണീയമായിരിക്കുന്നു. ഓ, ഇങ്ങനെയും പേരുണ്ടപ്പോൾ എന്നൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ മലേഷ്യക്ക് പോയപ്പോഴാണ് ഒരാളുടെ പേര് കേട്ടത്, ചെന്താമരാക്ഷൻ. ഞാൻ കേട്ടിട്ടില്ല, ആദ്യമായിട്ട് കേട്ടതാ. ഇപ്പം അതേമാതിരി ചില പേരുകളൊക്കെ ഇട്ടിട്ട് വരികയാണ്. വളരെ അർത്ഥമുണ്ട്. അപ്പോൾ ആ പേരുകൾ നോക്കിക്കോളൂ. പാഞ്ചജന്യം ഹൃഷീകേശോ. ഹൃഷീകേശൻ കൃഷ്ണന്റെ കയ്യിലുള്ളത് പാഞ്ചജന്യമാണ്. അതാണ് പാഞ്ചജന്യധ്വനി. പാഞ്ചജന്യം മുഴക്കണം, പാഞ്ചജന്യധ്വനി. അടുത്ത കാലത്ത് ഇന്ത്യ നമ്മുടെ അയൽരാജ്യത്തെ ഒന്ന് സ്ട്രൈക്ക് ചെയ്തു. ഉടനെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് രാജ്യം പിടിക്കാനോ ഒരു തരി ഭൂമിക്കോ ഇഷ്ടമില്ല. ഞങ്ങളോട് കാണിച്ചതിന് ഒരു നിലയ്ക്ക് പ്രതികാരം എന്നുള്ള നിലയ്ക്ക് പ്രതിരോധ വകുപ്പിൽ നിന്ന് ചെയ്തതാണ് എന്ന് പറഞ്ഞു വിളിച്ചു. നമ്മുടെ കമാൻഡർ ഇൻ ചീഫ് ആ കമാൻഡർ ഇൻ ചീഫിനെ വിളിച്ച് സംസാരിച്ചു. ഇത് എവിടെയെങ്കിലും ലോകത്ത് നടക്കുമോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താ മിണ്ടാത്തെ? നിങ്ങളൊക്കെ ദൂരെയല്ലേ? ഇതാണപ്പാ ഭാരതം. ഇതാണ് ഭാരതം എന്ന് പറയണത്. നാം എന്തും പ്രവർത്തിക്കും, ആ പ്രവൃത്തി ധാർമ്മികമാകണം. ആ ധാർമ്മിക സാഹസത്തിൽ നമ്മൾ ഹിമാലയത്തിനെ തട്ടിമാറ്റും. സമുദ്രത്തെ വറ്റിച്ചു എന്നും വരാം. പക്ഷേ നമ്മുടെ സാഹസം ധാർമ്മികമാവണം. നമുക്കൊരു തുണ്ട് ഭൂമി വേണ്ട. ഒരാളെ തോളത്ത് കയറി ഇരിക്കും വേണ്ട. പക്ഷേ നമ്മളോട് നമ്മെ സ്വൈരം കടത്തി അന്യായം പ്രവർത്തിച്ചാൽ അത്
കിടന്ന് സ്വീകരിക്കും എന്നുള്ളൊരു തോന്നൽ ആർക്കും ഉണ്ടാവരുത്. ആദ്യം ആരും പ്രധാനമന്ത്രി അവിടെ സംസാരിച്ചു ഇവിടെ സംസാരിച്ചു, ചെയ്യാൻ പോണതൊന്നും പറഞ്ഞില്ല, ആന കുതിര ഒട്ടകം എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് എന്തും ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കണ്ടേ? സൈന്യാധിപന്മാരോട് പറയണം, അതിനുള്ള ഒരുക്ക് കൂട്ടണം, എപ്പോൾ വേണം എന്തു വേണം ഇതൊക്കെ ആലോചിച്ചിട്ടാണ്. അയാൾ അടിച്ചു, ചെകിടത്തും കണ്ടു നിങ്ങൾ അടിച്ചു, ആ അടിപ്പ് ആളിപ്പോയി, അങ്ങനെ വരാൻ പാടുണ്ടോ? ഈ ആദ്യം അടിക്കുന്നവർക്ക് എപ്പോഴും അടിക്കാം, അവരാലോചിച്ചിട്ടാ. അവരടിച്ചിട്ട് വേണം പിന്നെ നമ്മൾ ആലോചിച്ച് അതിന് പ്രതിയടി കൊടുക്കാൻ. അപ്പോൾ കുറച്ച് ആലോചിക്കണം. ആ ആലോചന സമ്പ്രദായം നമുക്ക് വേണം. അപ്പോൾ ഇതൊക്കെ വളരെ വിശേഷപ്പെട്ട കാര്യങ്ങളാണ്. പാഞ്ചജന്യം ഹൃഷീകേശോ ദേവദത്തം ധനഞ്ജയ. അവർ വിളിച്ച ശംഖിന്റെ പേരടക്കം പറഞ്ഞ് മനസ്സിലാക്കണു ആര്? സഞ്ജയൻ. അപ്പം ആ വിവരണത്തിന്റെ സൂചന എന്താണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പാഞ്ചജന്യം വിളിക്കുക, ആ പാഞ്ചജന്യം വളരെ വിശേഷ. അങ്ങനെ വിളിച്ചിട്ടേ നമ്മൾ എന്തും ചെയ്യാവൂ. ഹൃഷീകേശോ ദേവദത്തം ധനഞ്ജയ. ധനഞ്ജയൻ വിളിച്ചത് ദേവദത്തം എന്ന് പറയുന്ന ശംഖാണ്. പൗണ്ഡ്രം ദധ്മൗ മഹാശംഖം ഭീമകർമ്മ വൃകോദര. വാരിക്കോരി തിന്നുന്ന വൃകോദരൻ ഭീമനുണ്ടല്ലോ, പൗണ്ഡ്രം ദധ്മൗ മഹാശംഖം. പൗണ്ഡ്രം എന്ന് പറയുന്ന ശംഖാണ് വിളിച്ചത്. അനന്ത വിജയം രാജ കുന്തിപുത്രോ യുധിഷ്ഠിര. കുന്തിപുത്രനായ യുധിഷ്ഠിരൻ വിളിച്ചതോ അനന്ത വിജയം. കേൾക്കുന്നുണ്ടോ നിങ്ങള്? ആരാ ജയിക്കാൻ പോണേ? ആ വിവരണത്തിൽ അത് വളരെ വ്യക്തമാണ്. അനന്ത വിജയം രാജ കുന്തിപുത്രോ യുധിഷ്ഠിര. അനന്ത വിജയം ആ ശംഖ് വിളിച്ചു. നകുല സഹദേവശ്ച സുഘോഷമണിപുഷ്പകൗ. സുഘോഷം മണിപുഷ്പകം എന്ന് പറയുന്ന രണ്ട് ശംഖാണ് നകുലനും സഹദേവനും വിളിച്ചത്. ഈ യുദ്ധം വാസ്തവത്തിൽ കൗരവ പാണ്ഡവ യുദ്ധമാണ്. ഈ പാണ്ഡവന്മാരുടെ കൂടെയാണ് ബാക്കിയുള്ളവരെല്ലാം. കൃഷ്ണൻ പോലും പാണ്ഡവന്മാരുടെ കൂടെയാണ്. അങ്ങനെയുള്ളപ്പോ പ്രമുഖ സ്ഥാനം അവർക്കാണ്. എന്നെ സൈന്യത്തലവനായി നിർത്തിയിട്ടുണ്ടെങ്കിലും ഈ വസ്തുത, ഈ പശ്ചാത്തലം എനിക്ക് മറക്കാനോ നിരാകരിക്കാനോ പറ്റില്ല എന്ന് പറഞ്ഞ് ദൃഷ്ടദ്യുമ്നൻ ശാന്തനായിരുന്നു. ലീഡർഷിപ്പ് മുഴുവൻ കൊടുത്തത് ആരാ? ഒരു ഭാഗത്ത് കൃഷ്ണൻ, പിന്നെ പാണ്ഡവന്മാർ. അതങ്ങോട്ട് കിട്ടിയപ്പോൾ എല്ലാവർക്കും പെർമിഷനായി, അനുവാദമായി. സഘോഷോധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യധാരയത് നഭശ്ച പൃഥിവീം ചൈവ തുമുലോ വ്യനുനാദയൻ. ഈ ശംഖുവിളി കഴിയുമ്പോഴേക്കും സഘോഷ, ആ ശംഖധ്വനി ധാർത്തരാഷ്ട്രാണാം ഹൃദയാനി, ധൃതരാഷ്ട്രപക്ഷത്തിലുള്ളവരെല്ലാവരുടെയും ഹൃദയങ്ങളെ വ്യധാരയത്, പിളർന്നു. എന്ത്? ശംഖിന്റെ ശബ്ദമായി പറയണത്. നഭശ്ച പൃഥിവീം ചൈവ, ആകാശവും ഭൂമിയും രണ്ടും, തുമുലോഭ്യനുനാദയൻ, എല്ലാറ്റിനെയും കുലുക്കി എല്ലാ ദിക്കിലും വ്യാപിച്ചു. എന്നിട്ട് ധൃതരാഷ്ട്രപക്ഷത്തിൽ ഉള്ളവരുടെ എല്ലാവരുടെയും ഹൃദയത്തെ പിടിച്ചു കുലുക്കി. ഇനിയിപ്പോൾ എന്താ ആവശ്യം നമുക്ക്? ശരവിസർജനമാണ് ഇനി വേണ്ടത്. യുദ്ധകാഹളം കഴിഞ്ഞു. അഥ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കവിധ്വജഃ പ്രവൃത്തേ ശസ്ത്രസമ്പാദേ ധനുരുദ്യമ്യ പാണ്ഡവഃ ഹൃഷീകേശം തദാ വാക്യം ഇദമാഹ മഹീപതേ. അല്ലേ രാജാവേ, പിന്നെ നടന്നത് എന്താണെന്നറിയോ? അങ്ങ് ചോദിച്ചുവല്ലോ, യുദ്ധം ചെയ്യണം എന്നുള്ള ഉത്സാഹത്തോടുകൂടി തീർപ്പോടുകൂടി ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ വന്നു കയറിയ എൻ്റെ മക്കളും പാണ്ഡവന്മാരും എന്തേ ചെയ്തതു സഞ്ജയ? എന്താ ചെയ്തതെന്ന് ചോദിച്ചുവല്ലോ. ഇതാണ് ചെയ്തത്. ആദ്യം അങ്ങയുടെ മകൻ ചെയ്ത തന്ത്രമൊക്കെ ഞാൻ വിവരിച്ചു. പാണ്ഡവന്മാർ ചെയ്ത നടപടിയും ഞാൻ വിവരിച്ചു. ഇനിയിപ്പോഴോ മുഴുവനായില്ല. അഥ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കപിധ്വജഃ പ്രവൃത്തേ ശസ്ത്രസമ്പാദേ ധനുരുദ്യമ്യ പാണ്ഡവഃ. ധനഞ്ജയനുണ്ടല്ലോ, ഗാണ്ഡീവധാരി, ആ പാണ്ഡവൻ. ധാർത്തരാഷ്ട്രന്മാരെല്ലാവരും അണിനിരന്ന് നിൽക്കുമ്പോൾ ഒരു സമുദ്രം പോലെയാ. 11 അക്ഷൗഹിണി സേനയുണ്ട് കുരുക്ഷേത്രത്തിൽ. അവരെ അങ്ങോട്ട് കണ്ടിട്ട്
പ്രവൃത്തേ ശസ്ത്രസമ്പാദേ, എല്ലാവരും അമ്പ് വില്ലിൽ തൊടുത്തിങ്ങനെ നിൽക്കുകയാണ്, വിടാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. യുദ്ധകാലം കഴിഞ്ഞു. ആ സമയത്ത് പോലും പാണ്ഡവന്റെ മനസ്സിൽ തോന്നിയത് എന്താ? പ്രവൃത്തേ ശസ്ത്രസമ്പാദേ, ശരവിസർജനത്തിന് അര സെക്കൻഡ് പോലും ബാക്കിയില്ല എന്നുള്ള നില എത്തിയിട്ടും ഹൃഷീകേശം തഥാ വാക്യം ഇതമാഹമഹീപതേ. അല്ലേ രാജാവേ, ആ ഇന്ദ്രിയങ്ങളെല്ലാം നല്ല പോലെ വശപ്പെടുത്തി ആത്മസ്ഥനായിരിക്കുന്ന ഹൃഷീകേശൻ ആ ശ്രീകൃഷ്ണനോട് ദാ ഇങ്ങനെയുള്ള വാക്യം പറഞ്ഞു. വളരെ ആലോചിച്ച് നോക്കേണ്ടതായ കാര്യം, പെട്ടെന്ന് അങ്ങോട്ട് പുറപ്പെട്ടതല്ല. വാക്യം ഉവാച ഇതം വാക്യം ഇതമാഹമഹീപതേ സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേച്യുത യാവദേതാൻ നിരീക്ഷേഹം യോദ്ധുകാമാൻ അവസ്ഥിതാൻ കൈർമയാ സഹ യോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ. നിങ്ങളെല്ലാവരും കേൾക്കണം. 18 അക്ഷൗണി സേനയാണ് അക്ഷമരായി ശരം വിസർജിക്കാൻ കുന്തി നിൽക്കുക അവര്. ആ സമയത്ത് ധനുരുദ്യമ്യ പാണ്ഡവ, തൻ്റെ കയ്യിലുള്ള ഗാണ്ഡീവം പൊക്കി പിടിച്ചിട്ടാണ് കൃഷ്ണനോട് പറയണത്. പൊക്കി പിടിച്ചിട്ട് കൃഷ്ണനോട് പറയുകയാണ്, ആദ്യമായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരവസരമാണ്, ഈ കൃഷ്ണനെ സാരഥിയാക്കി നിർത്തി എനിക്ക് ആജ്ഞാപിക്കാം, എൻ്റെ സാരഥി അത് കേട്ടോളണം. ആ ഒരു ഹുങ്കം കൂടി ഉണ്ടായിരുന്നു അർജുനന്റെ മനസ്സിലെന്ന് തോന്നും. എന്താ പറഞ്ഞേ? സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേച്യുത. അല്ലേ അച്യുത, 2 സൈന്യങ്ങളുടെയും മധ്യത്തിൽ കൊണ്ടുപോയി എൻ്റെ തേരങ്ങട് നിർത്തൂ. ഞാനാ പറയണത്, എൻ്റെ തേര് കൊണ്ടുപോയി നിർത്തൂ. യുദ്ധം തുടങ്ങാൻ പോണില്ല. എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്ന ശങ്കയോ പരീക്ഷയോ ഒക്കെ നടത്തണം. യാവദേതാൻ നിരീക്ഷേഹം യോദ്ധുകാമാൻ അവസ്ഥിതാൻ. ഇവിടെ യുദ്ധം ചെയ്യണം എന്ന തയ്യാറോടുകൂടി പലരും വന്ന് നിൽക്കുന്നുണ്ട്. എല്ലാവരോടും കൂടി ഞാൻ യുദ്ധം ചെയ്യില്ല. എനിക്ക് തെരഞ്ഞെടുത്ത പ്രതിയോഗികളോട് വേണം പടപൊരുതാൻ. അപ്പം എനിക്ക് 2 സൈന്യത്തിനെയും നല്ല പോലെ ഒന്ന് നിരീക്ഷിച്ച് ആരോടുകൂടിയാണ് ഞാൻ പൊരുതേണ്ടത്, പിന്നെ ആരോടുകൂടി ബാക്കിയുള്ളവരെ കൊണ്ട് പൊരുതിക്കണം, ഈ കാര്യങ്ങളൊക്കെ നിശ്ചയിച്ച് തീരുമാനത്തിലെത്താൻ വേണ്ടി എവിടെ കൊണ്ടുപോയി നിർത്തിയാൽ സൗകര്യമോ അവിടെ കൊണ്ടുപോയി എൻ്റെ തേര് നിർത്തൂ കൃഷ്ണ ആജ്ഞ. കവിധ്വജ, കവിയാണ് ധ്വജം. കൈർമയാ സഹയോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ. തുടങ്ങിക്കഴിഞ്ഞു യുദ്ധം. എന്നിട്ടും കൃഷ്ണൻ പറയാണ്. കൃഷ്ണൻ ഒരു കൂസലും ഉണ്ടായില്ല. രഥം തെളിച്ച് മുമ്പിലേക്ക് കൊണ്ടുപോയി. 1 പറഞ്ഞാൽ 2 ചെയ്യുന്ന ആളാണ് ഈ ഈശ്വരൻ. നമ്മൾ ഒരടി വെച്ചാൽ 2 അടി അങ്ങോട്ട് വലിക്കും. ഈ ഒരടി വയ്ക്കാത്തവരെ അദ്ദേഹം എന്ത് ചെയ്യും? മിണ്ടാണ്ടിരിക്കും. നിങ്ങൾ ഒരടി വെച്ച് നോക്കൂ കൃഷ്ണൻ്റെ അടുക്കലേക്ക്, 2 അടി അദ്ദേഹം കൈ പിടിച്ച് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു. അപ്പം ഇത്രയും പറഞ്ഞേ ഉള്ളൂ. അപ്പം ഇവിടെ തെളിച്ച് കൊണ്ടുപോയി കൃഷ്ണൻ എന്ത് ചെയ്തു? ഭീഷ്മദ്രോണ പ്രമുഖതഃ സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യൈതാൻ സമവേതാൻ കുരൂനിധി. തെളിച്ച് ടപ് 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 പോയി. അവര് പോയിട്ട് നിർത്തിയത് എവിടെയാ? ഭീഷ്മ ദ്രോണ പ്രമുഖതഃ സർവേഷാം ച മഹീക്ഷിതാം. ഭീഷ്മൻ, ദ്രോണൻ, ബാക്കിയുള്ള എല്ലാ മഹാരഥികളും തലവന്മാരും ഉണ്ട്. അവിടെ കൊണ്ടുപോയി കടിഞ്ഞാണ് പിടിച്ചു നിർത്തിയവിടെ. എന്നിട്ട് കൃഷ്ണനോട് പറയാണ്, ഉവാച പാർത്ഥ പശ്യൈതാൻ സമവേതാൻ കുരൂനിധി. അർജുനൻ പറഞ്ഞില്ലേ തേര് തെളിച്ചു കൊണ്ടുപോയി നിർത്തണം, എന്നിട്ട് എനിക്ക് സൈന്യങ്ങളെ നിരീക്ഷിക്കണം, ഞാൻ എന്തെല്ലാമാണ് ആസൂത്രണം ചെയ്യേണ്ടത്, ആരോടുകൂടി പൊരുതണം എന്നൊക്കെ ചോദിച്ചുല്ലോ. പറ്റിയ സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തിയിരിക്കണു. 1 അർജുനൻ എൻ്റെ മുത്തശ്ശൻ അജയ്യൻ ഭീഷ്മൻ, 2 അർജുനനെ പഠിപ്പിച്ച ദ്രോണൻ. ഇവരെയാണ് ആദ്യമായിട്ട് നേരിടേണ്ടത്. അവിടുന്ന് അങ്ങോട്ട് പിന്നെ ബാക്കിയുള്ളവരുണ്ട്. അവിടെ കൊണ്ടുപോയി നിർത്തിയപ്പോ അർജുനൻ നിരീക്ഷിക്കണം എന്നല്ലേ പറഞ്ഞത്? നിരീക്ഷിക്കാൻ പറ്റിയത് ഭീഷ്മൻ ദ്രോണനോ.
ഈ ഭീഷ്മരാരാ? മടിയിലിരുത്തി ചോറ് ഉരുളയാക്കി സ്നേഹത്തോടു കൂടി കൊടുത്തത്. അച്ഛനില്ലല്ലോ പാവം. അപ്പം മുത്തശ്ശനാ വളർത്തിയത്. അത്ര സ്നേഹമാണ് അവർ രണ്ടുപേരും തമ്മിൽ. ഇന്നും ആ സ്നേഹത്തിന് ഒരു കുലുക്കവും സംഭവിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഭീഷ്മര സൈന്യത്തലവൻ മുമ്പിലാണ് നിൽക്കുന്നത്. എന്തു ചെയ്യാൻ പറ്റും? ദ്രോണനാണെങ്കിൽ അദ്ദേഹം പഠിപ്പിച്ച വിദ്യയെ അർജുനന്റെ കയ്യിൽ പ്രയോഗിക്കാനുള്ളൂ. ദ്രോണന്റെ അടുത്തുനിന്ന് വിദ്യ മുഴുവൻ അഭ്യസിച്ച് അങ്ങോട്ട് തന്നെ അത് പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ എന്താ സ്ഥിതി? ആലോചിച്ച് നോക്കൂ. പഴയ കാലത്ത് പൂച്ചയോട് പുലി പറഞ്ഞു അത്ര, എനിക്ക് നിന്റെ വിദ്യ വേണമെന്ന്. പൂച്ച പഠിപ്പിച്ചു കൊടുത്തിട്ട് പുലി പറയണത് ഉടനെ പൂച്ചയെ പിടിക്കാനാ ചെന്നു. ഇത് പൂച്ചയും പുലിയായിട്ട് നടന്നു. അപ്പൊ പൂച്ച ഒരു വിദ്യ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത്ര. മരത്തിന് മുള്ള കയറി നോക്കി നിന്നു. അതൊരു ചതിയും മറുചതിയും ഒക്കെയാണ് അവിടെ. ഇവിടെ അതൊന്നുമില്ല. ബ്രഹ്മശിരോസ്ത്രം ദ്രോണൻ അവസാനമായി അർജുനന് ഉപദേശിച്ചു. ഞാൻ പല തീർത്ഥാടനങ്ങളും നടത്തി പലയിടത്തും പോയി പല തപസ്സും ചെയ്ത് സമ്പാദിച്ചിട്ടുള്ള ബ്രഹ്മശിരോസ്ത്രം അർജുന ഞാൻ നിനക്ക് തരണു. ഇതെൻ്റെ മകന് മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ, അശ്വത്ഥാമാവിന്. അത് മേടിച്ചോളൂ, തയ്യാറായിക്കോളൂ എന്ന് പറഞ്ഞ് മന്ത്രതന്ത്രങ്ങളോടുകൂടി അതങ്ങോട്ട് കൊടുത്തിട്ട് ചോദിക്കുകയാണ്, അർജുന നിനക്ക് ഞാൻ തന്നു, കിട്ടിയില്ലേ? ഞാൻ ഇനി ഗുരുദക്ഷിണ ആവശ്യപ്പെടുന്നു, അതിന് തയ്യാറായി നിൽക്കൂ. എന്താണ് ഗുരുദക്ഷിണ? വേണ്ടി വന്നാൽ ഈ ശസ്ത്രം നീ എൻ്റെ നേരെ പ്രയോഗിക്കണം. കേൾക്കണുണ്ടോ നിങ്ങള്? കേൾക്കണുണ്ടോ? തുറന്നു പറഞ്ഞിരിക്കുകയാണ് മഹാഭാരതം വേദവ്യാസൻ. എൻ്റെ നേരെ പ്രയോഗിക്കണം വേണ്ടി വന്നാലിന്. എന്താ പാവം പറയുക? വരാൻ പോകുന്ന കാര്യങ്ങളെ വേണ്ടതുപോലെ കണ്ട് അല്ലെങ്കിൽ അതിന് തയ്യാറെടുത്ത് മഹാത്മാക്കളുടെ മനസ്സ് എങ്ങനെ സമ്പൂർണമായിരിക്കണമെന്നൊന്ന് ആലോചിക്കണപ്പാ. നിങ്ങൾക്ക് കുട്ടികളുണ്ടായി ആ കുട്ടികളുടെ പെരുമാറ്റം എങ്ങാനും പിഴച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി ശരീരത്തിൽ നിന്ന് 10 കിലോ തൂക്കം കുറഞ്ഞു. ഈ ലോകം നമ്മുടെ അല്ല. വാടക കൊടുക്കാതെ നമ്മളിവിടെ ജീവിക്കുകയാണ്. നിങ്ങൾക്ക് കല്യാണം കഴിക്കാം, ഇന്ന കുട്ടി ജനിക്കണം എന്ന് പറയാൻ പറ്റില്ല. ജനിച്ച കുട്ടിയെ വളർത്താം, ആ വളർന്ന കുട്ടി ഇന്ന വരയിൽ പോണം എന്ന് പറയാൻ പറ്റില്ല. പറഞ്ഞാൽ നല്ലതുമല്ല. നമ്മുടെ ദൗത്യം നമ്മൾ നിർവഹിക്കുക. കല്യാണം കഴിച്ചോളൂ, ഗർഭം ധരിച്ചോളൂ, കുട്ടി ഉണ്ടാവട്ടെ, വിരോധമൊന്നുമില്ല. എന്തു തന്നെ വന്നാലും ഞാൻ എൻ്റെ റോള്, എൻ്റെ ദൗത്യം നിർവഹിച്ചു, അത്രയേ ഉള്ളൂ. നല്ല കുട്ടി ജനിച്ചാൽ അതും ഭഗവാന്, അതും ലോകത്തിന്. അല്ലെങ്കിലോ അതും. ജനിച്ച കുട്ടിയെപ്പറ്റി ഞാൻ ഇങ്ങനെ അല്ലലും അലട്ടുമായി ജീവിക്കാൻ പോണില്ല. എനിക്കൊരു റോള് മാത്രമേ ഉള്ളൂ, എല്ലാം എൻ്റെ കയ്യിലില്ല. ഞാൻ കുട്ടികളുടെ ബ്രഹ്മാവല്ല, കുട്ടികളുടെ പരിപാലകനല്ല, സംഹാരകനുമല്ല. ഞാനൊരു ഇടക്കാല ദൗത്യം നിർവഹിക്കണു. പ്രായപൂർത്തി വരുന്നത് വരെ ഭക്ഷണം കൊടുത്ത് ആകാവുന്ന തരത്തിൽ പഠിപ്പിച്ചൊക്കെ ചെയ്യും. അവർ സ്വബുദ്ധിയോടുകൂടി വേണ്ടതുപോലെ ജീവിച്ചോട്ടെ. എൻ്റെ ഭാഗത്തുനിന്ന് ഞാനൊരു കോട്ടം വരില്ല. എനിക്ക് അറിവ് കുറവാണ്, ഉള്ള അറിവ് പങ്കുവെച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കും. അത്രയേ വേണ്ടൂ. നിങ്ങൾ പ്രായം തികഞ്ഞ കുട്ടികളോട് മിണ്ടാൻ പോവരുത്. ഇങ്ങോട്ട് ചോദിച്ചാലേ മറുപടി പറയാൻ പാടുള്ളൂ. നീ ചെയ്യണത് ശരിയായില്ല 4 തവണ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീട് തന്നെ വിട്ടുപോകും. അവർക്കൊരു അഭിമാനമായി അത്. അതിൽ അപമാനമേറ്റു എന്ന് പറയും. തത്രാപശ്യസ്ഥിതാൻ പാർത്ഥഃ പിതൃനഥ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതൃൻ പുത്രാൻ പൗത്രാൻ സഖീംസ്തഥാ ശ്വശുരാൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരപി താൻ സമീക്ഷ്യ സ കൗന്തേയഃ സർവാൻ ബന്ധൂൻ അവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടോ വിഷീദന്നിധമബ്രവീത്. സഞ്ജയന്റെ വിവരണാണ്. പടക്കളത്തിൽ നടന്ന സംഭവമാണ് ഇവിടെ പറയുന്നത്. ഇതിൽ മതത്തിന്റെ ഒരംശം ഇവിടെ കാണില്ല. തത്രാപശ്യത്, അർജുനൻ നോക്കിയപ്പോ കണ്ടതെന്താ? സ്ഥിതാൻ പാർത്ഥഃ പിതൃനഥ പിതാമഹാൻ, തൻ്റെ പിതൃക്കളും പിതാമഹന്മാരും, ആചാര്യാൻ ആചാര്യന്മാരും, മാതുലാൻ അമ്മാമന്മാര്, ഭ്രാതൃൻ സഹോദരന്മാര്, പുത്രാൻ കുട്ടികള്, പൗത്രാൻ പേരക്കുട്ടികള്, സഖീംസ്തഥാ ചങ്ങാതിമാര്, ശ്വശുരാൻ
ശ്വശുരന്മാര്, ഭാര്യയുടെ അച്ഛനും അമ്മയും, അങ്ങനെയുള്ള കൂട്ടര്. സുഹൃതശ്ചൈവ, പൊതുവെ അറിയാം ചങ്ങാതിയാണ് എന്ന് പറയാവുന്ന കുറെ കൂട്ടരും. സേനയോരുഭയോരഭി, രണ്ട് സേനകളിലും നിന്നിരിക്കുന്നു ഈ ബന്ധുബാന്ധവന്മാരും ശ്രേഷ്ഠരും ആദരാർഹരായിരിക്കുന്ന പലരും രണ്ട് സൈന്യത്തിലുമുണ്ട്. താൻ സമീക്ഷ്യ സ കൗന്ദേയ, അവരെ എല്ലാവരെയും നോക്കി കണ്ടു. ആര്? അർജുനൻ. സർവാൻ ബന്ധൂനവസ്ഥിതാൻ. സാധാരണ യുദ്ധം ശത്രുക്കൾ തമ്മിലാണ്. അപ്പൊ ശത്രുക്കൾ കണ്ട തന്നെ പല്ല് കടിക്കും, ചുണ്ടു വിറയ്ക്കും, കണ്ണു ചവക്കും, അതൊക്കെ ശരിയാ. ഇവിടെ കണ്ടതൊക്കെയോ സ്വജനങ്ങളെയാ. അപ്പൊ സ്വജനങ്ങളോട് യുദ്ധം ചെയ്ത് പരിചയമുണ്ടോ അർജുനന്? ഇല്ല. പരിചയം വേണോ? വേണ്ടേനും. സ്വജനങ്ങളോടല്ല നമ്മൾ യുദ്ധം ചെയ്യേണ്ടത്, ശത്രുക്കളോടാണ്. അപ്പൊ അവരെ എല്ലാവരെയും നോക്കിക്കണ്ട് സർവാൻ ബന്ധൂനവസ്ഥിതാൻ, എല്ലാ ബന്ധുക്കളും അവിടെ വന്ന് നിരന്നിരിക്കണു. കൃപയാ പരയാവിഷ്ടോ, അവരെ കണ്ടപ്പോ ദേഷ്യമോ ശത്രുതയോ ജയവാഞ്ചയോ ഒന്നുമല്ല ഉണ്ടായത്. എന്താ ഉണ്ടായത്? കൃപയാ പരയാവിഷ്ടോ, അത്യപൂർവമായ അങ്ങേ അറ്റത്തുള്ള ദയവാണ് മനസ്സിൽ പ്രത്യക്ഷപ്പെട്ടത്. ആ ദയവിന് വിധേയമായി വിഷീദന്നിതമബ്രവീത്, കരഞ്ഞുകൊണ്ട് ദുഃഖിച്ചുകൊണ്ട് വിഷണ്ണനായി കൃഷ്ണനോട് പറഞ്ഞു. എന്താ കൃഷ്ണനോട് പറഞ്ഞത്? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ധൃതരാഷ്ട്രൻ ചോദിച്ചത് എന്താ? പടക്കളത്തിൽ യുദ്ധം ചെയ്യണം എന്നുള്ള തീർപ്പോടുകൂടി വന്നു നിന്ന എൻ്റെ പുത്രന്മാരും പാണ്ഡവന്മാരും എന്താണ് ചെയ്തത്? യുദ്ധത്തിൻ്റെ വർത്തമാനം നീ ഇപ്പൊ പറഞ്ഞുവല്ലോ. യുദ്ധമല്ലാത്ത വർത്തമാനമായി എനിക്ക് കേൾക്കേണ്ടത്. മനസ്സിന് ധൈര്യമുണ്ടാവണം. എൻ്റെ മനസ്സൊക്കെ പതറിപ്പോയി. പറയാണ്, ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപതുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായതേ ഗാണ്ഡീവം സ്രംസദേ ഹസ്താത് ത്വക്ചൈവ പരിദഹ്യതേ ന ച ശക്നോമ്യവസ്ഥാതും ഭ്രമദീവ ച മേ മനഃ നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ ന ച ശ്രേയോനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ. ഇതാണ് ഇത് വിശേഷപ്പെട്ട ചരിത്രമാവുന്നതപ്പാ. പടക്കളത്തിൽ വന്ന് യുദ്ധം കാഹളങ്ങളൊക്കെ മുഴക്കി തുടങ്ങി. ശരവിസർജനം മാത്രമേ ഇനി ഉള്ളൂ എന്നുള്ള ആ 11 മണിക്കൂറും 59.999 അതൊക്കെ കഴിഞ്ഞു. ആ ലാസ്റ്റ് മിനിറ്റിൽ അവസാന നിമിഷം പോലും അർജുനൻ സൈന്യങ്ങളെ പരീക്ഷിക്കണം എന്നാ പറഞ്ഞത്. ആരോടുകൂടി എനിക്ക് യുദ്ധം ചെയ്യണം എന്ന് മനസ്സിലാകണം എന്ന് കൃഷ്ണൻ കൊണ്ടുപോയി നിർത്തി. ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ, ഈ സ്വജനങ്ങളെ മുഴുവൻ കണ്ടിട്ട് കൃഷ്ണ യുജുത്സും സമുപസ്ഥിതം, ഇവിടെ എല്ലാവരും വന്ന് നിന്നിരിക്കുന്നത് എന്തിനാ? യുദ്ധം ചെയ്യാൻ വേണ്ടി. യുദ്ധം ചെയ്യാൻ വേണ്ടി നിന്നാൽ എന്തുണ്ടാവും? യുദ്ധം നടക്കും. ഓരോ സെക്കൻഡിലും ആരെങ്കിലും കൊല്ലപ്പെടും, ആരെങ്കിലും കൊല്ലും. അപ്പൊ ഈ യുദ്ധവാർത്ത എന്താ? വധവാർത്തയാണ്, ഹനനവാർത്തയാണ്, മൃത്യുവാർത്തയാണ്. യുദ്ധം എന്ന് പറഞ്ഞാൽ മരിച്ചു വീണു. ഇവിടെ പേപ്പറിൽ എന്താ റിപ്പോർട്ട്? ഒരു എൻകൗണ്ടർ ഉണ്ടായി, 5 പേര് ചത്തു. അതിനല്ലേ നമ്മൾ കാണുന്നത്. യുദ്ധം എന്ന് പറഞ്ഞാൽ മരണമാണ്. അപ്പൊ ഇവരെല്ലാവരും യുദ്ധം ചെയ്യാൻ ഇവിടെ വന്ന് നിൽക്കണമല്ലോ. എന്നിട്ടോ എല്ലാവരും പ്രാണഹീനരാവാൻ പോവാണ്. അത് സ്വജനങ്ങളാണ്. ഈ സ്വജനങ്ങളോട് പടപൊരുതാനായി എനിക്ക് എളുപ്പത്തിൽ സാധിക്കില്ല. സീദന്തി മമ ഗാത്രാണി, എന്റെ സപ്തനാടികളും തളരണു. മുഖം ച പരിശുഷ്യതി, വായ വരണ്ടു പോണു. ഗാണ്ഡീവം സ്രംസദേ ഹസ്താത്, ഗാണ്ഡീവം ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുക. ആ മുറുക്കി പിടിച്ചിരിക്കുന്ന ഗാണ്ഡീവം ഉണ്ടല്ലോ, ഊരി ഇങ്ങനെ വീഴും. മുറുക്കിയിട്ട് പിടിക്കാൻ വയ്യാന്ന്. ഗാണ്ഡീവം ഒന്നും ചെയ്യണില്ല, പിടുത്തം കൂടെ അഴിഞ്ഞിട്ട് സ്രംസദേ ഹസ്താത് ത്വക്ചൈവ പരിദഹ്യതേ, എന്റെ തൊലി മുഴുവനും ചുട്ടു നീർണു. ന ച ശക്നോമ്യവസ്ഥാതും, എനിക്ക് നിൽക്കാൻ വയ്യ. ഭ്രമദീവ ച മേ മനഃ, എന്റെ മനസ്സാകെ ഭ്രമിക്കണു. നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ,
എൻ്റെ ശരീരത്തിൽ കാണുന്ന ലക്ഷണങ്ങൾ മുഴുവൻ വിപരീത ലക്ഷണങ്ങളാണ്. ഇടത്തെ കണ്ണ് തുടിക്കണു, ഇടത്തെ തോളത്ത് ത്രോബിയുണ്ട്. ഇങ്ങനെ ദുർലക്ഷണങ്ങളാണ് ഇവിടെ കാണുന്നത്. നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ നച ശ്രേയോനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ. ഈ യുദ്ധം ചെയ്ത് ഇക്കണ്ട സ്വജനങ്ങളെ മുഴുവനും ഇരുപക്ഷത്തിൽ കൊന്നൊടുക്കിയതിന് ശേഷം ഞാൻ ഒരു ശ്രേയസ്സും ഒരു നന്മയും കാണുന്നില്ല. നമ്മുടെ മുൻപിൽ ഇപ്പം എന്താ? ഇന്ദ്രപ്രസ്ഥം നമുക്ക് തിരിച്ചു കിട്ടണം. അതിൻ്റെ പേരിൽ ഇത്രയും വലിയ മഹാപാപം ചെയ്യുകയാണെങ്കിൽ ഒരർത്ഥവും ഞാൻ ഒന്നും കാണുന്നില്ല. എന്തിന്? ആർക്ക്? യുദ്ധത്തിൽ ജയിച്ചതിന് ശേഷം നമ്മുടെ മനസ്സിലുള്ള ഓർമ്മ എന്താവും? നച ശ്രേയോനുപശ്യാമി. മനുഷ്യന് ആവശ്യം ശ്രേയസ്സാണ്. ആ നന്മ ഞാനിതിൽ കാണുന്നില്ല. ഹത്വാ സ്വജനമാഹവേ. ഈ സ്വജനങ്ങളെ മുഴുവൻ കൊന്നൊടുക്കിയതിന് ശേഷം ഞാൻ ഒരു ശ്രേയസ്സും കാണുന്നില്ല. മാമകാഹ പാണ്ഡവാശൈവ കിമകുർവത. എൻ്റെ പുത്രന്മാരും പാണ്ഡവന്മാരും എന്തു ചെയ്തു? അങ്ങയുടെ പുത്രൻ ദുര്യോധനൻ ധിക്കാരമായി സംസാരിച്ചു. ആ ധിക്കാരം നിർത്താൻ വേണ്ടി ഭീഷ്മ പിതാമഹൻ സിംഹധ്വനി മുഴക്കി ശംഖ് വിളിച്ചു. അവരെല്ലാവരും പുടുപുടുപുടുപുടുതന്നെ വിളിച്ചു. ഇപ്പുറത്തോ അടുക്കും ചിട്ടയോടും കൂടി കൃഷ്ണൻ വിളിച്ചു, പാഞ്ചജന്യം, ഓരോരുത്തരെ. ആ ശംഖധ്വനി തന്നെ എതിർപക്ഷത്തിലുള്ളവരുടെ മനസ്സിനെ കിടിലം കൊള്ളിച്ചു, വിറപ്പിച്ചു. എന്നിട്ടും അർജുനൻ എന്ത് തീരുമാനിച്ചു? ഞാനൊരു നിരീക്ഷണം നടത്താമെന്ന്. ആ നിരീക്ഷണത്തിൽ കണ്ടത് സ്വജന മരണമാണ്. അത് സഹിക്കുവയ്യാതെ, അതിന് തയ്യാറില്ലാതെ ദേവന് പാത്രമായി കയ്യിലുള്ള ഗാണ്ഡീവമൊക്കെ വഴുതി വീണ് ദേഹം വിറച്ച് വായ വരണ്ട് തൊലി ചുട്ടുനീറി അർജുനൻ അവിടെ പറയാണ്, ഞാൻ ഈ യുദ്ധം ചെയ്യില്ല. ഇതുവരെ ഞാൻ സംസാരിച്ചത് എന്താ പറയൂ നിങ്ങൾ? ഒക്കെ യുദ്ധവർത്തമാന. യുദ്ധമാണ് ഇവിടെ വിഷയം. യുദ്ധമല്ലാത്ത ഒരു കാര്യവും ഇവിടെയില്ല. പോയത് പടക്കളത്തിലേക്ക് യുദ്ധം ചെയ്യാൻ പോയി. ആ യുദ്ധത്തിൽ തടസ്സവാദങ്ങൾ ഉന്നയിച്ച് ചെയ്യില്ല എന്ന് പറയാൻ പോവാണ് അർജുനൻ. ആ പറയുന്നത് വെറുതെ പറയല്ല, വളരെ വിശദമായി എന്തുകൊണ്ട് ചെയ്യില്ല, എന്താ കാരണം എന്നൊക്കെ വ്യക്തമായിട്ട് പറയുക. അപ്പൊ ഇവിടുത്തെ ഡിസ്കഷൻ, ഈ ചർച്ച മുഴുവനും യുദ്ധമാണ്. അതുകൊണ്ട് ഇത് യുദ്ധഗീതയാണ്. വേറെ ഒന്നും ഇതിനെപ്പറ്റി പറയാൻ പാടില്ല. ചരിത്ര പുസ്തകമാണ് മഹാഭാരതം. ആ ചരിത്രത്തിലെ ഏതാനും താളുകളാണ് കൃഷ്ണാർജുന സംവാദം. ആ സംവാദം നിർബന്ധമാക്കിയത് അർജുനൻ യുദ്ധം ചെയ്യില്ല എന്ന് അർജുനന് തോന്നിയതാണ്. ആ തോന്നൽ ശരിയല്ല എന്ന് പറഞ്ഞ് അതിനെ തിരുത്തി അർജുനൻ അവസാനം സമ്മതിക്കണു, എൻ്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കി, എനിക്ക് സംശയങ്ങൾ നീങ്ങി, ഭ്രമവും മോഹവും മാറി, അങ്ങയുടെ കാരുണ്യത്താൽ ഞാൻ അമ്പെടുത്തു, വില്ലെടുത്തു, യുദ്ധം ചെയ്യാം. ഇങ്ങനെയാണ് ഗീത പരിസമാപിക്കുന്നത്. ആ പരിസമാപനത്തിന്റെ മധ്യത്തിൽ പലയിടങ്ങളിലും കൃഷ്ണൻ പറയുന്നുണ്ട്, തസ്മാത് യുദ്ധസ്വ ഭാരത. അതുകൊണ്ട് യുദ്ധം ചെയ്യൂ. എന്തുകൊണ്ട്? കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. ഇനി ഞാനിവിടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഭാഗം എടുത്തു പറയാം. തൽക്കാലം നിർത്തട്ടെ. എന്താ മിണ്ടാത്തെ? നിങ്ങൾ സമ്മതിച്ചാലേ അവര് സമ്മതിക്കില്ല. ജയതി ജയതി ദേവോ ദേവകീ നന്ദനോയം ജയതു ജയതു കൃഷ്ണോ വൃഷ്ണിവംശപ്രദീപഃ ജയതി ജയതി മേഘശ്യാമലഃ കോമലാംഗോ ജയതി ജയതി പൃഥ്വീ ഭാരനാശോ മുകുന്ദഃ ജയതി ജയതി പൃഥ്വീ ഭാരനാശോ മുകുന്ദഃ. ഹരിഹി ഓം ഹരിഹി ഓം ഹരിഹി. എല്ലാവരും കൂടി സമാപന ഓങ്കാര ജപതപസ് ഇതാ കൈകോർത്ത് മടിയിൽ വെച്ച് കണ്ണടച്ച് ശരിക്കിരിക്കൂ, ആകാവുന്നിടത്തോളം നിവർന്ന് എല്ലാവരും ഓ
ഹരി ഓം തസ് ജയ ഗുരു.